ഇഷ്ക് എന്ന് പറഞ്ഞാൽ അതൊരു പറച്ചിലല്ല, അതൊരു ഹാലാണ്. ഹാലിൽ നിന്ന് ചില പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് വാക്കായിട്ടായിരിക്കാം, ചിലപ്പോൾ കണ്ണീരായിട്ടായിരിക്കാം, ചിലപ്പോൾ ദുആ ആയിരിക്കും, ചിലപ്പോൾ മൗനമായിരിക്കും. സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ഒരു വാക്കിനെ ഞാൻ അണ്ടർലൈൻ ചെയ്യാണ്. കാട്ടിക്കൂട്ടലുകളിൽ നിന്ന് മുക്തമായതിൻ്റെ ശുദ്ധമായ ഫ്രഷായ പാനീയമാണ് ഇഷ്ക്. ആ കുട്ടികൾ സംസാരിക്കണേ ശ്രദ്ധിക്കണേ. എനിക്ക് ഈ സംസാരത്തിനടി കൂടി പ്രസംഗിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കുട്ടികളാണ്, അവർക്കറിയില്ല, അത് വലിയൊരു ശ്രദ്ധിച്ചാൽ മതി. മൗനത്തിനിടയിൽ വിരിയുന്ന പൂവിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. ഹൃദയം മൗനമാകുമ്പോൾ ഈ തളിരുണ്ടാവും. ഹൃദയം ബഹളാമയമായ അവസ്ഥ ആകുമ്പോൾ ഒരാളങ്ങനെ പ്രസംഗിക്കും, കുറച്ചാൾക്കാർ കേൾക്കുന്നല്ലാതെ ലാസ്റ്റ് പോകുമ്പോൾ പറയും ആ പാട്ട് ഉഷാറായിക്കണമെന്ന് പറയും. പാട്ടല്ലല്ലോ ഉഷാറായേണ്ടത്, മദീനല്ലേ. അതിലൂടെ പാട്ട് ഉഷാറായ കുഴപ്പമില്ല. പിന്നെ പറയും പ്രസംഗം ഉഷാറായിക്കണമെന്ന്. പ്രഭാഷകനെ ഉഷാറാക്കാനല്ലല്ലോ വേദി, മുത്തറസൂലിനെ ഉഷാറാക്കാനല്ലേ. അതിന് ബഹളങ്ങൾ നിൽക്കണം. ഒന്ന് സൈലൻ്റായി കണ്ണടച്ചാൽ ഈ ബാക്കിൽ കാണുന്ന പച്ച കുബ്ബ മറ്റൊരു രൂപത്തിൽ ഹൃദയത്തിൽ തെളിയണം. അതാണ് ഇഷ്ക്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ മദീനയെ പോയിട്ട് കാട്ടിക്കൂട്ടണമല്ല, മദീന എന്നുള്ള മീമ് കേൾക്കുമ്പോൾ കരയും. അതാണ് ആഷിക്ക്. മുഹിബിൻ്റെ മേലെയാണ് ആഷിക്ക്. ഇഷ്ക് എന്നുള്ള വാക്ക് തുടങ്ങണ തന്നെ അയിനുകൊണ്ടാണ്. അത് ഒലുവ് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. മേലെയാണ് ഇഷ്ക്, എല്ലാത്തിൻ്റെയും മേലെയാണ്. അതിൻ്റെ താഴെയാണ് ഹുബ്ബ് പോലും. ഹുബിൻ്റെ മേലെയാണ് ഇഷ്ക്. ഇഷ്കിൻ്റെ ഉദാഹരണം മൗലിദിലൊക്കെ ഉണ്ടല്ലോ. ഈനമാശദ്ദുൽ മഹാമിൽ വതനാദൗലി റഹീലി ജിതുഹും മദ്ദം ഉസായിൽ ഖുൽതു ഖൈഫ് ലിയാദലീലു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. നമ്മൾ മൗലിദിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലെല്ലാം മനസ്സ് ഉടക്കുന്നതാണ്. ഹൃദയത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകുന്നതാണ്. അതിലൊരു കവിതയാണിത്. ഹീനമാശദ്ദുൽ മഹാമിൽ. മദീനയിലേക്ക് പോകുന്ന യാത്രക്കാരെ കാണുകയാണ്. ലഗേജ് കെട്ടുകയാണ്, ഭാണ്ഡങ്ങൾ ബസ്സിലാക്കുകയാണ്. ലഗേജുമായി ബാഗുമായി എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരെ കണ്ട സമയത്ത് ജിത്തുഹും, ഞാൻ അവരുടെ അരികിലേക്ക് ചെന്നു. വദ്ദം ഉസായിൽ, ഞാൻ പോകുമ്പോൾ എൻ്റെ കൺകുടിയിൽ നിന്ന് കവിളങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. എന്തിനാണ് ഞാൻ മദീനയിലേക്ക് ലഗേജുമായി വണ്ടി കയറുന്നവനെ കണ്ടപ്പോൾ കരഞ്ഞതെന്നറിയുമോ? ആ ലഗേജ് കണ്ടിട്ടല്ല, പോകുന്നവരെ കണ്ടിട്ടല്ല, അവര് എങ്ങോട്ടാണ് പോകുന്നത് എന്നോർത്തപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് തവിച്ചതാണ്, എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞതാണ്. ഇതാണ് ഇഷ്ക്. മദീനയിലേക്ക് പോകുന്ന ആളുകളെ നാട്ടിൽ നിന്ന് കാണുമ്പോൾ കരയുന്നതിൻ്റെ പേരാണ് ഇഷ്ക്. അതാണ് ഇഷ്ക്. ചിലപ്പം മൗനമായിരിക്കും, മിണ്ടാതിരിക്കുക. ആ മിണ്ടാതിരിക്കുന്ന സമയത്ത് കൽബിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജിൻ്റെ സെൻറ്ററിൽ സ്വർഗീയ പീഠം ഉണ്ടാവും. അതിലൊരു രാജാവ് ഇരിക്കുന്നുണ്ടാവും, മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഇരുത്താൻ കഴിയുന്ന ആളുകൾ ഈ സാസിലുണ്ട്. ഓല് വീട്ടിൽ കിടന്നാലും മദീനയാണ്, അവർ വീട്ടിൽ കിടന്നാലും മദീനയാണ്. ഇന്നലെ എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിലേക്ക് രാത്രി വരുമ്പോൾ എയർപോർട്ടിലിങ്ങനെ സുബഹി നിസ്കരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഇന്നലെ മദീനയിൽ മദൂർ റസൂലിൻ്റെ സാസിൽ പങ്കെടുത്ത ഒരു സുഹൃത്ത്, ഒരു പണ്ഡിതൻ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ഞാൻ വാത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയപ്പോൾ മൊത്തം മദീനയായിരുന്നു കിനാവ് എന്ന്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ടിക്കറ്റ് ഇല്ലാതെ നമ്മളെ മദീനത്തേക്ക് എത്തിച്ചു വന്നു. അതാണ് നമ്മളെ പ്രഭാഷണത്തിൻ്റെ പ്രാസഭാഷ കൊണ്ടോ പ്രാവീണ്യം കൊണ്ടൊന്നും അല്ലാതെ ഹൃദയത്തിൽ ഇഷ്കിൻ്റെ നനവുണ്ടെങ്കിൽ തൊട്ടുകൊടുത്താൽ മതി. ആ നനവില്ലെങ്കിൽ പിന്നെ കുറേ നാവിട്ടടിച്ചിട്ടും കാര്യമില്ല. ആ നനവുണ്ടെങ്കിൽ തൊട്ടുകൊടുത്താൽ മതി. അതിന് പാട്ടാവാം, പറച്ചിലാവാം,
അതിന് ഇരുത്താവാം, അതിന് സലാത്തല്ലാവാം. ഇഷ്കിൻ്റെ കേന്ദ്രം കൽബാണ്. പക്ഷെ ചുണ്ടിൽ ഈ താമര വിരിയണം. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഹുബ്ബ്. ഹ അതിൻ്റെ മഖ്റജ് ഉള്ളിലാണ്, ബ അതിൻ്റെ മഖ്റജ് പുറത്താണ്. അപ്പോൾ ചുണ്ടില്ല എന്ന് പറയരുത്, ചുണ്ടുണ്ട്. ഹുബ്ബിൽ ചുണ്ടുണ്ട്, അതിന് ആ മഖ്റജ് പഠിച്ചാൽ മതി. ഹ മഖ്റജ് എവിടെയാണ്? ഉള്ളിൽ. ബ പുറത്താണ്. അതന്നെ രണ്ട് ബാം കൂടി ഒന്നാക്കി. ഹബീബും മെഹബൂബും കൊണ്ട് ഒന്നാവും. പിന്നെ അവിടെ രണ്ടില്ല. മുഹമ്മദ് എന്നതിൽ 3 മീമുണ്ട്. പക്ഷേ എഴുത്തിൽ ഒറ്റ 2 മീമുള്ളൂ. ആദ്യത്തെ മീമും മൂന്നാമത്തെ മീമും. അതിൻ്റെ ഉള്ളിൽ വേറൊരു മീമുണ്ട്. അതാണ് മഹബത്തിൻ്റെ മീമ്. മുത്ത മീമ് പറയുന്നതിന് ചുണ്ടുകൊണ്ടാണല്ലോ മീമ്. മുത്തലും ചുണ്ടും മൂക്കും തട്ടിയിട്ടാണ്. മുത്തുമ്പോൾ ഒരാൾ പറയണത് മീമാണ്. ഉമ്മ അങ്ങനെയല്ല മുത്തല്. ബാപ്പ കുട്ടിനെ മുത്താണെങ്കിലും ബാപ്പ എന്ന് പറയാം. ആ ലഫ്ളൊന്ന് ശ്രദ്ധിച്ചു പോണേ. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയാൽ അത്ഭുതം. ഒരു വാപ്പ കുട്ടിനെ മുത്തുന്ന സമയത്ത് ഇന്ന് വരെ എന്താ ആ സമയത്തൊന്ന് ഉമ്മാനെ ഒഴിവാക്കിക്കൂടെ? ഇന്ന് മുതൽ നിങ്ങൾ കുട്ടികളെ മുത്തുമ്പോൾ എപ്പ എന്ന് പറഞ്ഞാൽ കുട്ടി പോ എന്നറിയും. അതുണ്ടാകുക. അവിടെ മീമാണ്. ഉമ്മ. മൂക്കിൻ്റെ ആകൃതി നോക്കിയാൽ മീമിൻ്റെ ആകൃതിയാണ്. ലോകത്തെല്ലായിടത്തും മീമാണ്. ഈ മീമ് മുഴങ്ങാത്തൊരു സെക്കൻഡ് ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയിലില്ല. 1500 കൊല്ലമായി ഭൂമിയിൽ എല്ലാ സമയത്തും മുഴങ്ങാണ് മീമ്. إذا قال في الخمس المؤذن അബൂദാബിയിൽ മാത്രമല്ല, ദുബായിൽ മാത്രമല്ല, അൽ ഐനിൽ മാത്രമല്ല, ബഹ്റൈനിൽ മാത്രമല്ല, കുവൈറ്റിൽ മാത്രമല്ല, ഒമാനിൽ മാത്രമല്ല. ഞാൻ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ സുബ്ഹിയാവോളം പറഞ്ഞാലും തീരാത്ത രീതിയിൽ ഈ ഭൂമിയിൽ എവിടെയെല്ലാം ഒരു മുസ്ലിം ഉണ്ടോ അവിടെ മുഴുവനും 5 നേരം ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കപ്പെടുന്ന പേരല്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വതഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മനുഷ്യന് എന്ന ഈ വാക്ക് പല ഭാഷയിലും മീമുണ്ടല്ലോ അല്ലേ? മനുഷ്യൻ അറബിയിൽ പറയൽ മർ, അത് മീമാണ്. ഇംഗ്ലീഷിൽ മാൻ, അത് മീമാണ്. സംസ്കൃതത്തിൽ മണിതൻ, തമിഴിൽ മണിതൻ, അത് മീമാണ്. സംസ്കൃതത്തിൽ മർത്യൻ, അത് മീമാണ്. മലയാളത്തിൽ മനുഷ്യൻ, അതും മീമാണ്. മുഹമ്മദ്, അതും മീമാണ്. മക്ക, അതും മീമാണ്. മദീന, അതും മീമാണ്. മഹബത്ത്, അതും മീമാണ്. ഒക്കെ മീമാണ്. ഒരു പാട്ടിങ്ങനെ കേട്ടോർമ്മയുണ്ട്. മീമോടെ തുടങ്ങും മദീന. ഞാൻ ആ പാട്ടോടെ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അതും മീമാണ്. ഒക്കെ മീമാണ്. ഈ മീമാണ് കൽബിൽ വരേണ്ടത്. ഇസ്ലാമിൻ്റെ ബേസ് ഈ മീമാണ്. റിസാലത്തില്ലാത്തൊരു തൗഹീദില്ല. ഖുൽ, ആ റിസാലത്താണ്. ഹുവല്ലാഹു അഹദ്, അത് തൗഹീദാണ്. അള്ളാഹു റിസാലത്ത് പറഞ്ഞിട്ടേ തൗഹീദ് പറഞ്ഞിട്ടുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ അഹബ്ബാണ്, അക്രമാണ്, അഅലമാണ്, അൻവറാണ്, അഅലയാണ്, അത്ഖയാണ്. അള്ളാഹുവിൻ്റെ വരദാനമായ സിറാജാണ്, മുനീറാണ്, ഷഫീയാണ്, നജിയാണ്, സഫിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ കുളിരാണ്, കരളിൻ്റെ കുളിരാണ്, ഖൽബിൻ്റെ ഖിബ്ലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഇരിപ്പിടം ഖൽബാണ്. ഞാൻ 4:30-5 മണിക്ക് ഇങ്ങനെ ചിന്തിച്ചു, അബൂദാബി ഇസ്ലാമിക് സെന്ററിൽ എന്താണ് പറയേണ്ടത്. അങ്ങനെയാണ് ഗഫൂർ ഉസ്താദിൻ്റെ കൂടെ നിസ്കരിക്കാൻ കൂടിയത്.
പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൻ ഓതിയത് സൂറത്തുൽ അഹ്സാബാണ്. മാകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അത് വിശദീകരിക്കാമെന്ന്. പിന്നെ തോന്നി അത് വേണ്ട, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, അത് വിശദീകരിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഖിറാത്ത് നടത്തിയ ദാരിമിയും അതേ ആയത്ത് തന്നെ ഓതിയപ്പോൾ എനിക്ക് തോന്നി ആ ആയത്തിന്റെ തണലിൽ ഹൃദയഹാരിയായ ഒരു യാത്ര ഈ അബൂദാബിയിൽ നിന്ന് എൻ്റെ സ്നേഹജനങ്ങളുമായി ഈ പാതിരാവിനെ മോഹസാക്ഷിയാക്കി പോകാമെന്ന്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി മൗലായ. ഇതിൽ കച്ചവടക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്. ഇതിൽ വളരെ ദൂരെ നിന്ന് വന്ന ആളുകളുണ്ട്. ഷാർജയിൽ നിന്ന് വന്നവരെ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് വാല് കേൾക്കാൻ വന്നവരുണ്ട്. വ്യത്യസ്ത തസ്തികയിലുള്ള ശ്രോതാക്കളാണ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും നായകൻ ഒന്നാണ്, നമ്മുടെ എല്ലാവരുടെയും ഗ്രന്ഥം ഒന്നാണ്, നമ്മുടെ എല്ലാവരുടെയും കേന്ദ്രം ഒന്നാണ്. നമ്മുടെ റൂഹ് പിടയുന്ന കേന്ദ്രമായ മദീനയും ഒന്നാണ്. ഈ ശരീരത്തിന് ഇബാദത്തിനൊരു ഖിബലയുണ്ട്, അത് കഅബ ശരീഫാണ്. നിർബന്ധമായി 5 നേരം അങ്ങേട്ട് തിരിയേണ്ടതേ ഉള്ളൂ. എന്നാൽ ഖൽബിന്റെ ഖിബല കഅബയല്ല, റൂഹിന്റെ ഖിബല കഅബയല്ല, മഹബ്ബത്തിന്റെ ഖിബല കഅബയല്ല. അത് മദീനയാണ്, മദീനയാണ്, മദീനയാണ്. അത് മദീനയാണ്. മദീനയിൽ അള്ളാഹു, നാട്ടിലാകുമ്പോഴും മദീനയിൽ ജീവിക്കുന്ന പ്രതീതി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണടക്കുമ്പോൾ മദീന ഇങ്ങനെ കാണണം. എന്നാ ഉറങ്ങിയാൽ കിനാവ് മദീനയായിരിക്കും. مين على سيد الكونين وسروجه وجهك والله حجتنا يوم يأتي الناس بالحجج صل رب الليل. ഒരു ആശിക്കിന്റെ ഏറ്റവും വലിയ പ്രയാസം മുസ്തഫ നബിയുടെ മുഖം കണ്ടില്ല എന്നാണ്. ഉമ്മാന്റെ ആദരങ്ങളിലൂടെ ഈ ഭൂമിയാകുന്ന ചെറിയ ഗോളത്തിലേക്ക് വന്നു റസൂലിനെ കാണാൻ. പക്ഷെ നമ്മൾ വന്നപ്പോഴേക്ക് കേട്ടു മുസ്തഫ നബി ഷറഫാക്കപ്പെട്ട ഖബറിലാണെന്ന്. അതുമുതൽ ആശിക്ക് രോഗിയാണ്, കാണാൻ കഴിയാത്ത രോഗാവസ്ഥയുടെ ശിഫ ആണ് സലാ. പിന്നെ മദ്ഹ് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി കിനാവിൽ പലവട്ടം തഴുകിത്തലോടാൻ മദീനയുടെ മദതായ ഇഹത്തിന്റെ പ്രഭയായ പരത്തിന്റെ പ്രതാപമായ കടലിന്റെ കരുണയായ കരയുടെ ഇതിഹാസമായ വിജ്ഞാനത്തിന്റെ വിഹായസായ അല്ലാഹുവിന്റെ മുത്തായ ഇൽമിന്റെ കൊടിയായ നന്മയുടെ ജീവിതത്തിന്റെ ഭാഗ്യത്തിന്റെ വിജയത്തിന്റെ സൂത്രവാക്യമായ ഖൽബിന്റെ ഖിബലയായ മദീനയുടെ മണികുടമായ മക്കയുടെ മകുടമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായ വിശ്വമാനവികാതയുടെ വിമോചന ഗീതമായ ഹൃദയങ്ങൾ പടയുന്നത് ആർക്ക് വേണ്ടിയാണോ, ആത്മാവുകൾ ദഹിക്കുന്നത് ആരെയാണോ, ഹൃദയ കണ്ണുകൾ തുറക്കുന്നത് ആരെയാണോ, ഇവിടെയും നിങ്ങൾ ഒരു പാട്ട് കേട്ടില്ലേ? മനസ്സിന്റെ കണ്ണ് ഞാൻ തുറന്നപ്പോൾ മുമ്പിലുണ്ട് മുഹമ്മദ് മുസ്തഫ. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലോ. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും
മനസ്സിൻ്റെ പിന്നെ പറയണത് അതാണ്, മനസ്സിൻ്റെ വാതിൽ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മുമ്പിലുണ്ട് മുഹമ്മദ് മുസ്തഫ. അത് സൈക്കോളജിയാണ്, അതിന് വിലായത്തൊന്നും വേണ്ട. ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കുന്നിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുഹമ്മദ് നബിയെന്ന്. ഗാന്ധിജിക്ക് വിലായത്തുണ്ടായിട്ടാണോ? അത് സൈക്കോളജിയാണ്. പക്ഷെ അതിൽ ഈമാൻ്റെ ടച്ചും മഹബത്തുണ്ടെങ്കിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റും. അത്ഭുതങ്ങൾ, മഹാത്ഭുതം. അതൊക്കെ നിഷേധിക്കുന്നത് മനഃശാസ്ത്രം അറിയാത്ത ആളുകളാണ്. ഇപ്പം മെൻ്റലിസം പഠിച്ച ആളുകൾക്ക് അറിയാമല്ലോ. മെൻ്റലിസം പഠിച്ച ആളുകൾ എന്ത് ചെയ്യും? ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, എനിക്കതിന് താല്പര്യമില്ല, അതിന് വേറെ കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മെൻ്റലിസം പഠിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളവിടെ നിർത്തും, എന്നിട്ട് ആ ആളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് മെൻ്റലിസം. എന്നിട്ട് ഇക്കാലത്ത് ഇതൊക്കെ നിഷേധിക്കുക. അവിടെ ഈമാനും മാരിഫത്തുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹു ഒറിജിനലായിട്ടാണ് കാണിച്ചു തരും. അതല്ലേ ബൈത്തുൽ മുഖദ്ദസിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ബാക്കൊക്കെ നോക്കിയപ്പോൾ സഫ് കെട്ടിയത് മുഴുവനും മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ. അത് മെൻ്റലിസാണോ? മുഴുവൻ ആൾക്കാർ അമ്പിയാക്കൾ. അതിൽ ഇബ്രാഹിം നബി മുമ്പ് വന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, അന്ത സയ്യിദുൽ മുർസലീൻ, ഞങ്ങൾക്കൊക്കെ സയ്യിദ് നിങ്ങളാണ് ഇബ്രാഹിം നബി. യാ അല്ലാഹ്. എന്നിട്ട് ഒന്നും കൂടി കൂട്ടി, ഖദിസ്തബാന ദാലിക ബി ഇമാമത്തിക ഇയ്യാന. മെൻ്റലീസ് അല്ലേ? ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് അള്ളാഹു തആല ഇമാമത്ത് നിർത്തിയ ഞങ്ങളല്ലേ? ഖദിസ്തബാന, ഇസ്തബാന ബോധ്യപ്പെട്ടു. കത് മാലിയിൽ കയറിയ തഹക്കീക്ക് വേണമെന്ന ഭാഷ, നഹ്വ് അങ്ങനെയാണ്. ഖദിസ്തബാന ദാലിക, നേതാവ് നിങ്ങളാണ് എന്ന് നമുക്ക് ഉറപ്പായി, അശേഷം സംശയമില്ല. ബി ഇമാമത്തിക ഇയ്യാന, ഞങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിങ്ങളോടല്ലോ അള്ളാഹു തആല ഇമാം വെക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലും സുൽത്താൻ നിങ്ങളാണ് പൊന്നുമോനെ എന്ന് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആയുധം അധികാരം താഴ്ത്തിവെച്ച് ഈ പൊന്നുമോൻ്റെ മുമ്പിൽ കൈകൂപ്പി. അതാണ് മുഹമ്മദ് മുസ്തഫ. അതാണ് അള്ളാഹു പറഞ്ഞത്, വഖദ് ഖലഖ്തുദ് ദുനിയാ വ അഹ്ലഹാ വലഖദ് ഖലഖ്തുദ് ദുനിയാ വഅഹ്ലഹാ ലിഉഅരിഫഹും മകാനതക വമൻസിലതക ഇൻദി. മുത്തുനബിയെ, ഞാൻ ദുനിയാവിനെയും ദുനിയാവിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് നിങ്ങൾക്ക് എൻ്റെ മുമ്പിലുള്ള മഹത്വവും നിങ്ങളുടെ മഖാമും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. ലൗലാ കമാ ഖലഖ്തുദ് ദുനിയാ, നിങ്ങളെ എങ്ങാനും സൃഷ്ടിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ദുനിയാവുണ്ടാകുമായിരുന്നില്ല, ഭൂമി ഉണ്ടാവുകയില്ല, കരയും കടലും ആകാശങ്ങളും എല്ലാ ഗോളങ്ങളും അല്ലാഹു ഇല്ലാതെയാക്കുന്നതാണ്. പോട്ട സ്വർഗമില്ല, നരകമില്ല, മഹ്ശറില്ല, എല്ലാത്തിൻ്റെയും അസ്തിത്വം, എല്ലാത്തിൻ്റെയും നിദാനം, എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഹേതുകം, എല്ലാത്തിൻ്റെയും സബബ് അങ്ങല്ലയോ യാ റസൂലല്ലാഹ്. മാ കാന മുഹമ്മദുൻ നബഅ അഹദിൻ മിർ റിജാലിക്കും. അതിനൊന്ന് അർത്ഥം വെച്ച് പോരുത് കേട്ടോ. മാ കാന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ എന്നോട് ചോദിക്കും, ചില സംശയ നിവാരണ സദസ്സിൽ വെച്ചിട്ട് ഇപ്പോൾ അടുത്ത് ചോദിച്ചു, മൗലിദ് നിങ്ങളൊരു തെളിവ് പറഞ്ഞു തരുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, മുഹമ്മദ് എന്നുള്ള പേര് തന്നെ, വേറെന്താ? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കൂടുതൽ മൗലിദ് ചെല്ലപ്പെടേണ്ട ആൾ എന്ന്. ഇത് അള്ളട്ട പേരല്ലേ? അറബികൾക്ക് പരിചയമില്ലാത്ത പേരാലോ ഇത്. അതുകൊണ്ട് ഈ പേര് അബ്ദുൽ മുത്തലിബ് കുട്ടിക്കിട്ടപ്പോൾ അറബികൾ ചോദ്യം ചെയ്തു, ലിമാ റഗബത അസ്മായി ആബായിക അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബേ, നമ്മളെ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ എന്താ ഒരു പുതിയ പേരൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പാരമ്പര്യം വെല്ലിപ്പാൻ്റെ പേരിടലല്ലേ? നിങ്ങളെന്താ അങ്ങനെ ഒരു പുതിയ പേര്? അബ്ദുൽ മുത്തലിബിന് അത് അള്ളാൻ്റെ ഇൽഹാമാണേ. റസൂലുള്ള ജനിക്കുന്ന സമയത്ത് ലോകത്താകെ 17 മുഹമ്മദ് ആള്, ലോകത്ത് 17 മുഹമ്മദ്. എന്താ അങ്ങനെ വരാൻ കാരണം? എല്ലാവരും കാത്തിരിക്കുകയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആനാണ്. وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله للكافرين. സൂറത്തുൽ ബഖറയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. എത്ര കാലം മുമ്പ് കാത്തിരിക്കുന്നു? അള്ളാഹുവിൻ്റെ റസൂല് ഹിജറ പോയിട്ട് മദീനയിൽ താമസിച്ച പുരല്ലേ, ആ പുര മദീനയിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി ഹബീബാ നബി ഭൂമിയിൽ വരുന്നതിൻ്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിമ്യർ ചക്രവർത്തി പണിതു കൊടുത്ത വീടാണ്.
ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഈ റബീഉൽ ലെവൽ തന്നെ ഏതോ സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഓരോ രാത്രിയിലും, പറഞ്ഞേ വേണ്ടെന്ന് കരുതിയിട്ടാണ്. അള്ളാഹിൻ്റെ റസൂലിനാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യൻ. മുസ്തഫ നബി വഫാത്താവും ഭൂമിയിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഒരഭിപ്രായ പ്രകാരം 10 ലക്ഷം മുസ്ലിമീങ്ങളുണ്ട്, ഒരഭിപ്രായ പ്രകാരം. അപ്പോൾ ആ 10 ലക്ഷം മുസ്ലിമീങ്ങൾ അന്ന് ശ്രോതാക്കളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക്. സ്റ്റേജ് എവിടെയുള്ളത്? മക്ക എവിടെയാണ്? സെൻറ്ററിൽ. ഭൂമി ഗോളാകൃതിയിലാണ്, അത് എനിക്കറിയാം. കോഴിമുട്ടൊക്കെ സെൻറ്റർ കണക്കാക്കുന്നതാണ് വിഡ്ഢിയാണ്. ഒരു കോഴിമുട്ട എടുത്തിട്ട് ഒരാൾ ഇവിടെ കുത്തിയിട്ട് ഇത് സെൻറ്ററാന്ന് പറഞ്ഞാൽ മറ്റാൾ അവിടെ കുത്തിയിട്ട് അതാ സെൻറ്ററാന്ന് പറയും. അതാണ് ഇപ്പോൾ എക്സ് മുസ്ലിമീങ്ങളെ കളിയാക്കുന്നത്. പക്ഷേ മക്ക സെൻറ്ററാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടാവും, അത് പറയാനൊരു മാനദണ്ഡം ഉണ്ടാവും. അത് പഠിക്കണം ആദ്യം. എന്നെപ്പോൾ പലതും പറഞ്ഞൂടെ, ഞാൻ നിങ്ങളിലേക്ക് ചേർത്തിയാൽ ഒരു പ്രവാചകനാണ്, ശരിയാണ് ആ വാക്ക്. എൻ്റെ ശിഷ്യന്മാരിലേക്ക് ചേർത്തി നോക്കിയാൽ ഞാൻ ഉസ്താദാണ്, ശരിയാണ്. പക്ഷെ എൻ്റെ ബെഡ്റൂമിൽ കയറിയാൽ ഞാൻ പ്രഭാഷകനല്ല ഉസ്താദുമല്ല, അവിടെ ഭർത്താവാണ്. എന്നാൽ ഇതേ ഞാൻ അപ്പുറത്തിൻ്റെ ഉമ്മാൻ്റെ റൂം പോയാൽ ഭർത്താവല്ല, മോനാണ്. അതേ ഞാൻ എൻ്റെ മോൻ്റെ റൂം പോയാൽ ബാപ്പയാണ്. ഇതൊക്കെ ഒരേ മനുഷ്യൻ തന്നെയാണ്. ഇതറിയാത്ത ആളുകളുണ്ടോ? അപ്പോൾ മക്ക ഭൂമിൻ്റെ മധ്യമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് അതിൻ്റേതായ ഒരു കാരണം ഉണ്ടാവും. ഭൂമി ഉരുണ്ടിട്ട് തന്നെയാണ്, പക്ഷെ എല്ലായിടത്തും മനുഷ്യജീവിതം ഉണ്ടോ? ഇപ്പം ലക്ഷദ്വീപ് ദ്വീപുകൾ എത്ര ഉണ്ട്? 10 ദ്വീപിലെ ആൾ താമസമുള്ളൂ. അതിൽ മിക്ക ദ്വീപിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒരുപാട് ദ്വീപുകൾ ശൂന്യമാണ്. അപ്പോൾ ഒരാൾ ദ്വീപിനെ കണക്കാക്കിയാൽ ഈ 10 മാത്രമേ പരിഗണിക്കുള്ളൂ. എന്നതുപോലെ ഭൂമി ഉരുണ്ടിട്ട് തന്നെയാണ്, പക്ഷെ ആൾ താമസം പരിഗണിച്ച് നോക്കിയാൽ സെൻട്രാണ് മക്ക. അവിടെയാണ് പ്രോജ്വലിച്ചത് മുഹമ്മദ് മുസ്തഫ. കിഴക്കിലാണെങ്കിൽ അവർ പറയും നമുക്ക് നന്നായി, പക്ഷേ അത് വടക്കുകാർക്ക് ഇഷ്ടപ്പെടില്ല, നമുക്കായില്ലല്ലോ എന്നുള്ള സങ്കരം. തെക്കിലാണെങ്കിൽ പടിഞ്ഞാറുകാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അല്ല സെൻട്രൽ കൊണ്ടുപോയി. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്, ഇനി എല്ലാവർക്കും ഉള്ളതാണ്. അല്ലെങ്കിലും ഒരു സദസ്സിൻ്റെ ഏറ്റവും ഭംഗിയുള്ള എല്ലായിടത്തും ലൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സെൻട്രലാൾ തൂക്കുക. കണ്ടില്ല നിങ്ങൾ? എല്ലായിടത്തും ലൈറ്റ് ഇട്ടാൻ, എല്ലായിടത്തും ലൈറ്റ് ഇട്ടാൻ അള്ളാഹു സെൻറ്ററിൽ ഈ ദീപം കത്തിച്ചു വെച്ചു. സിറാജ് മുനീർ മുഹമ്മദ് മുസ്തഫ. മക്ക എന്ന് പറഞ്ഞാൽ ലഫ്ലിൻ്റെ അർത്ഥം തന്നെ ഊറ്റിയെടുക്കുക എന്നാണ്. ഊറ്റിയെടുക്കുക. മക്ക, ആട്ടുംകുട്ടി അകടിൽ നിന്ന് പാൽ ഊറ്റുന്നതിനാണ് പറയുക മക്ക. യാ അല്ലാ, മനുഷ്യൻ്റെ തിന്മകൾ മുഴുവനും ഊറ്റിയെടുക്കുന്ന സ്ഥലം പരിശുദ്ധമായ മക്ക. മദീന എന്നുള്ള ലഫ്ല് വന്നത് ദീന് എന്ന വാക്കിൽ നിന്നല്ല, ദീന് മദീന. ഞാൻ അപ്പം അടുത്ത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗം നടത്തിയപ്പോൾ ഒരുപാട് ആ മുസ്ലിമീങ്ങളുടെ സ്റ്റേജിൽ ഞാൻ പറഞ്ഞു, ഈ സൗഹാർദ്ദം ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറേ ആൾക്കാർ കതിർ കുപ്പായിട്ടിട്ടാണ് ഇരിക്കുന്നത്. കതിർ കുപ്പായം അങ്ങനെയല്ലേ, കുറേ വലിയ വലിയ ആളുകൾ കതിർ കുപ്പായിടുക. ഈ കതിർ എന്നുള്ള വാക്ക് ലൈലത്തുൽ ഖദർ എന്നാണ് വന്നതെന്ന് അറിഞ്ഞ് എല്ലാവരും എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മ ഗാന്ധിജിക്ക് നല്ലൊരു കുപ്പായം കൊടുത്താൽ ലൈലത്തുൽ ഖദറിന് രാത്രിയായിപ്പോയി. ഗാന്ധിജി ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ നല്ല ചിട്ടിയും ഒരു അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം കണ്ടല്ലോ പറഞ്ഞപ്പോൾ ഗാന്ധിജിയോട് മൗലാനയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇന്ന് ലൈലത്തുൽ ഖദറിൻ്റെ ദിവസമാണെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ ഈ ഷർട്ട് പീസിന് ആ പേരിടുക ഖദർ എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും അറിയാതൊക്കെ ഈ ഒരു ഐക്യവും ഈ ഒരു ചേർത്ത് നിൽപ്പ് ആർക്കെങ്കിലും അറിയോ? ഇപ്പം ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഗഫൂർ ഉസ്താദിനോട് എന്ത് ചായ വേണ്ടി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സുലൈമാനി മതി എന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ എനിക്ക് ആ പേരുകൊണ്ട് ആ ചായ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. സുലൈമാനി ആ യാ നിസ്ബൻ്റെ യാണ്, അപ്പോൾ അപ്പുറത്ത് സുലൈമാൻ ഉണ്ടാവണം, അപ്പോഴേ ആ വാക്ക് ശരിയാവുള്ളൂ. എൻ്റെ പേര്, എൻ്റെ ക്വാളിഫിക്കേഷൻ റഹ്മാനി. കാരണം എന്താ, ഞാൻ റഹ്മാനിയ കോളേജിൽ നിന്ന് ഇറങ്ങിയോണ്ടാണ്. ബാക്കവി ബാക്കയാത്ത് നിന്ന് ഇറങ്ങുമ്പോഴാണ് കിട്ടുക, ഫൈലി ഫൈലാബാദ് നിന്ന് ഇറങ്ങുമ്പോഴാണ് കിട്ടുക. അപ്പോൾ സുലൈമാനി അപ്പുറത്ത് സുലൈമാൻ ഉണ്ടാവണം. കാരണം ഈ ചായ ലോകത്ത് ആദ്യം കുടിച്ചത് സുലൈമാൻ നബിയാണ്. ഇനി എല്ലാവരും സുലൈമാനി വാസാക്കണ്ട ഉസ്താദ്മാർ വരുമ്പോഴേ, അതിന് പറഞ്ഞതല്ല. ഞാൻ അതിൻ്റെയൊക്കെ ഒരു അസല് പറയാണ്. അസല് പറയാം. എവിടുന്നാ ശുദ്ധമായ പനനീർ നല്ലത്, എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല വാസന, ഞാൻ നല്ല വാസനിക്കാറുണ്ട് പനനീർ. കാരണം ഒരു ഹദീസാണ്. ഹദീസ് ലൈഫാണോ അല്ലേ, ചർച്ച ഉണ്ട്. മൻ അറാദ അൻ യശുമ്മ റായിഹതി ഫൽ യശുമ്മ അൽ വിർദൽ അഹ്മറ മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും എൻ്റെ സ്മെല്ല് കൊതിയാണെങ്കിൽ ചുവന്ന പനനീർ എടുത്ത് മണത്തോളിയും എന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ടല്ലേ നമ്മളെ മജ്ലിസിലൊക്കെ പനനീർ കുറച്ചിലൊരു പതിവായിരുന്നു, ഒക്കെ ഇപ്പോൾ കാണില്ല. ഇപ്പോൾ ഈ ചന്ദനത്തിരിയാണ്. ചന്ദനത്തിരിയൊക്കെ ഒഴിവാക്കണം. അത് പഴയ കാലത്തെ പെർഫ്യൂമില്ല, അപ്പോൾ അത് കത്തിച്ചാണ്.
ഇപ്പോഴും നമ്മൾ അയിമങ്ങനെ കൂടാൻ നിൽക്കണ്ട. അതാണ് കത്തിച്ച പുക കൂടിയിട്ട് ഉസ്താന്മാർക്ക് ഇന്ന ബൈത്തൻ അന്ത അത് വേണ്ടല്ലോ. എന്തിനങ്ങനെ കുരക്കണ്? ചന്ദനത്തിരിക്ക് ഞാൻ എതിരല്ല കേട്ടോ, ചന്ദനത്തിൻ്റെ ശത്രു വന്ന് പോയി എന്ന് പറയാൻ നിൽക്കരുത്. പക്ഷേ ഇനിയുള്ള കാലത്തൊക്കെ നല്ല ഊത് അത്തറ് അൽഹംദുലില്ലാ, എന്നിട്ട് അതിലിങ്ങനെ യാനബിയും ബെയ്ത്തും എന്നിട്ട് പോയി കടന്നിറങ്ങിയാൽ നമ്മുടെ കിനാവ് പെരുന്നാളാവും. കിനാവിനൊരു പെരുന്നാളുണ്ടല്ലോ. കിനാവിൽ പാമ്പിനല്ല കാണേണ്ടത്, കിനാവിൽ കാണേണ്ടത് മദീനയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് രാത്രി തന്നെ പലരും കാണട്ടെ. ബിൻ നബിയിൽ എങ്ങനെ കാണാതിരിക്കും, എങ്ങനെ ചിന്തിക്കാതിരിക്കും? ഇന്ന് ഞാൻ അസർക്ക് ഇങ്ങനെ ഫുർസാൻ്റെ വീട്ടിൽ ഇങ്ങനെ മധു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെ മരുമകൻ തങ്ങളിങ്ങനെ ലായുമിന അഹദുക്കും ഹത്ത അക്കൂന അഹബയിലെയും വാലിദി വലതി ഹദീസൊക്കെ സുബിയരെ പ്രസംഗിച്ചാലും തീരുമല്ലോ കേട്ടോ. അല്ലാ, എന്തൊക്കെയാണ് ഹദീസിലുള്ള കാര്യങ്ങൾ! ഈ മഹബത്ത് റഹ്ഫത്തിൻ്റെ ഉണ്ട്, ഇജ്ലാലിൻ്റെ ഉണ്ട്, ഇസ്തിഹ്സാൻ്റെ ഉണ്ട്. അത് മുഴുവൻ ഈ ഹദീസിലുണ്ട്. ലായുമിന അഹദുക്കും ഹത്ത അക്കൂന അഹബലി മിൻ വാലിദിഹി, ഇജ്ലാലിൻ്റെ മഹബത്താണ് മാതാപിതാക്കളോട്. വലദിഹി റഹ്ഫത്തിൻ്റെ മഹബത്താണ്. വന്നാസി അജ്മായിൻ ഇസ്തിഹ്സാൻ്റെ മഹബത്ത്. ഇതൊക്കെ കൊണ്ട് കൂട്ടിയിട്ട് ഇതിനേക്കാൾ ഇതെല്ലാം കൂടി കൂടിയാൽ അപ്പുറത്താണ് മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? ഞാനൊരു പ്രധാനപ്പെട്ട ചിന്തകന്മാരെ ഉലക്കുന്ന ഒരു സംശയങ്ങൾ മുമ്പിലിടുകയാണ്. എന്നിട്ട് അതിന് മറുപടി പറഞ്ഞ് ഞാൻ നിർത്തും. ഒരാൾ വന്നിട്ട് എല്ലാവരോടും പറയാം നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കണമെന്ന്. ദേഷ്യം പിടിക്കുക ചെയ്യുക, സ്നേഹിക്കുക ചെയ്യുക. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്, നിങ്ങളെല്ലാവരും നിങ്ങളെ ഭാര്യനേക്കാൾ, കെട്ടിയവളേക്കാൾ, കുട്ടികളേക്കാൾ, സ്വന്തത്തേക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ എനിക്ക് കോട്ടിട്ടിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇഷ്ടം മുഴുവനും കസേര കൊണ്ടാണ് തരും നിങ്ങൾ. അപ്പം ഇതിൻ്റെ ഛേദോവികാരം അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്താണ്? നമ്മളൊന്നും പറയുന്ന പലയിടത്തും പൂർത്തിയായിട്ട് എത്തണില്ല എന്നെൻ്റെ അഭിപ്രായം. ഞാൻ കണ്ടെത്തിയിട്ടുള്ളൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? അതിനെനിക്ക് പ്രമാണം സഹായകമാണ്. ഈ ലോകത്ത് ശ്രദ്ധിക്കണേ, റസൂലുള്ളാഹിൻ്റെ ഒരു അനുയായി സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത് വഅദാക്കി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ വഅദല്ലല്ലോ. നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു അനുയായി ഒരു നിലയിലും റസൂലുള്ളാഹിക്ക് എതിരാൻ പാടില്ല. ബാപ്പ, ഉമ്മ, മക്കൾ ഇതൊക്കെ ഒരേ വീട്ടിൽ നല്ല സ്നേഹത്തിൽ കഴിയുമ്പോൾ തന്നെ ബാപ്പാൻ്റെ കുറേ അഭിപ്രായങ്ങൾക്ക് എതിരാണ് ഈ കാരണം, എന്നാലും കുഴപ്പമുണ്ടാവില്ല. ഉമ്മാൻ്റെ കുറേ ധാരണകൾക്ക് മോളെതിരായിരിക്കും, എന്നാലും കുഴപ്പമുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? ബാപ്പാനേക്കാളും അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഭാര്യയെക്കാളും ഭർത്താവിന് ഇഷ്ടപ്പെടുമ്പോഴാണ് ഭാര്യയ്ക്ക് ഏതെങ്കിലും അഭിപ്രായത്തിൽ എതിരാകുന്നത്. ഈ വിഷയത്തിൽ ലോകത്തൊരനുയായും ഒരു വിഷയത്തിൽ മുത്തനബിക്ക് എതിരാവരുത്. എതിരാവാത്ത ഹാല് വരണമെങ്കിൽ സ്വന്തത്തേക്കാൾ മുത്തനബി ഇഷ്ടപ്പെടണം, അപ്പോഴേ സ്വർഗം കിട്ടൂ. അല്ലാതെ നമ്മളെല്ലാവരും കൂടിയാണ് ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിക്ക് വ്യക്തിപരമായിട്ട് എന്തുണ്ടാ? അള്ളാഹിൻ്റെ മെഹബൂബല്ലേ, ഹബീബല്ലേ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തയുടെ വാതിലൊന്ന് തുറക്കണേ. വാതെന്ന് പറഞ്ഞാൽ വെറും നീട്ടലല്ല, കുറിക്കലല്ല, പാടലല്ല, ചരിത്രവുമല്ല. അതെല്ലാം ഉള്ളപാട് ചിന്തയുടെ വാതിൽ തുറക്കലുമാണ്. ചിന്തയുടെ വാതിൽ തുറന്നാലേ മദീനയിലെത്തൂ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂട, ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാലിരുളാമോ പോട്ട, ഫന്തം ഫീടിച്ചാൽ ഫജ്റാമോ പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നീന്ന് കാട്ടം ചൂമെന്നോര് കൊട്ട. ദീർഘമായി പറയുന്നില്ല, ഉള്ള സമയം അകത്തെ കാതും കണ്ണും ഒന്ന് തുറന്നു വെക്കണേ. എന്നാൽ ഈ കണ്ണിൽ മദീനയുടെ സുർമയിടാൻ കഴിയുന്നതാണ്. ഈ കാതിൽ മദീനയുടെ കാലൊച്ചകൾ കേൾക്കാൻ കഴിയുന്നതാണ്. ഇഷ്കുന്റെ മകുടമല്ലയോ കൽബ്, കളബക്കുടമല്ലയോ സ്വദർ. പ്രിയപ്പെട്ടവരെ, ഈ സ്വദറിൽ നിന്ന് കണ്ണുനീരിൽ ചാലിച്ചുകൊണ്ടൊരു കവിത ചൊല്ലിയാൽ, ഒരു മൗലായ ചൊല്ലിയാൽ, ഹബീബ് മദീനയിൽ എത്ര സന്തോഷിക്കുകയാണ്. ഈ ലോകത്ത് ഇന്ന് ഇവിടെ ലൈവുള്ളത് കൊണ്ട് ഈ മുത്തഅല്ലിമിന്റെ പ്രഭാഷണം നാട്ടിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാകാം, പ്രകീർത്തനം ഈ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ശ്രവിക്കുന്നവരുണ്ടാകാം. എന്നാൽ ലോകത്തെ ഏറ്റവും സുന്ദരമായ, വ്യക്തമായ, കൃത്യമായ, വൃത്തിയുള്ള, ശക്തമായ ലൈവ് നടക്കുന്നത് എവിടെയാണെന്നറിയുമോ? അത്
അത് അബുദാബിയിലല്ല, അത് ഇന്ത്യയിലല്ല, അത് മദീനയിലാണ്, മദീനയിലാണ്, മദീനയിലാണ്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വേർപാടും നിങ്ങൾക്ക് ഖൈറാണ്. തുറതു അലയ്യ അമാലുക്കും, നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും എൻ്റെ മേൽ അത് പ്രദർശിപ്പിക്കപ്പെടുകയാണ് എന്ന് തെറ്റാത്ത നാക്കിൻ്റെ വാക്കിൻ്റെ മുത്തേ, ഹൃദയത്തിൻ്റെ സത്തേ, മാരിഫത്തിന്റെ വിത്തേ, കരയുടെ കടലിന്റെ കരുണയേ, സ്നേഹത്തിന്റെ സാഗരമേ, വിശ്വഗുരുവേ النبي يا حاضرون يعلموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 ഒരു 3 സ്വലാത്ത് മദ്ഹിന്റെ മർമ്മത്തിലായി മദീനയിലേക്ക് കാഞ്ഞങ്ങാട് മേഖലയുടെ ഈ പരിശുദ്ധമായ റബീന്റെ ആധ്യാത്മിക വലീമത്തിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് ചൊല്ലുമോ? ആലസ്യങ്ങളോട്, രോഗങ്ങളോട്, വിമുഖതകളോട്, ശത്രുക്കളോട്, പരാജയങ്ങളോട്, ഏഷണികളോട്, ഭീഷണികളോട്, കണക്കണികളോട്, ശത്രുപാളയങ്ങളോട്, രോഗങ്ങളുടെ നീരാളിപ്പിടുത്തങ്ങളോട് വിട പറയാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. മുസ്തഫ നബിയുടെ പവിത്ര ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പുഞ്ചിരി നൽകണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ കിനാവിൽ നൽകണേ അല്ലാഹ്. അവിടുത്തെ യഖലത്തിൽ നൽകണേ അല്ലാഹ്. ലാസ്റ്റ് ശ്വാസം അവിടുത്തെ കണ്ടു കലിമ ചൊല്ലി ആശ്വാസത്തിലാക്കണേ അല്ലാഹ്. ബിന്നബിയിൽ മുസ്തഫ. അള്ളാഹു നമ്മുടെ മനസ്സിൽ ഹബീബിനെ നിറച്ചേറ്റ്. ഈ ഓടിപ്പായണൊക്കെ അതിന് വേണ്ടിയിട്ട് ഊതാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി, കത്തി കിട്ടണില്ല ആരും. അതാണ് കത്തും, കുറേ ഊതിയ കത്തും, കുറേ ഊതിയ കത്ത് തന്നെയും. അതാണ് ഊതന്നെ, നിരന്തരം ഊതുക. ഒരു സമയത്ത് ഇങ്ങോട്ട് കത്തി കിട്ടും. ഊത്ത് കുഴഞ്ഞിട്ട് നിർത്തരുത്. നമ്മൾ കുഴഞ്ഞിട്ട് തീറ്റ നിർത്തലില്ലല്ലോ, ഉണ്ടോ? അപ്പം ഞങ്ങളോട് കൈ ഇങ്ങനെ പൊക്കി താഴ്ത്താൻ പറഞ്ഞാൽ 3 വട്ടങ്ങൾ പൊക്കും താഴ്ത്തും. 4-ാം വട്ടം ഞാൻ പറഞ്ഞാൽ വിവരം അറിയും. പക്ഷേ ചോറ് വയ്ക്കുമ്പോഴേ ഈ പണിയെല്ലാം നടക്കണത്. ഇന്ന് വരെ കൈ അടഞ്ഞിട്ട് ചോറ് വയ്ക്കൽ നിർത്തിയ ആൾക്കാരുണ്ടോ? കൈ അടഞ്ഞിട്ട് ചോറ് വയ്ക്കൽ നിർത്തൂല, തൊള്ള അടഞ്ഞിട്ട് ഈബത്ത് നിർത്തൂല. ആരെങ്കിലും പറയണ്ടോ പറഞ്ഞ് കുഴങ്ങി ഞാൻ നിർത്തുകയാണെന്ന്? അത് പ്രത്യേകിച്ച് ഈബത്താണെങ്കിലും ഈ കൊഞ്ഞപ്പടമുള്ള ആളുകൾ പോലും വാചാലമാവുന്ന രംഗാണ് ഈബത്ത്. എനിക്ക് പരിചയമുള്ളൊരു കൊഞ്ഞപ്പടമുള്ള ആളുണ്ട്. പപ്പടം എന്ന് പറയണമെങ്കിൽ പപ്പടം എന്ന് പറയും. പക്ഷേ ഈബത്ത് വരികയാണെങ്കിലോ നമ്മളെക്കാളും വാചാലായിട്ട് പറയും. കാരണം അവിടെ ശൈത്താൻ്റെ നല്ല ഹെൽപ്പ് ഉണ്ട്. അതാണ് പറഞ്ഞുവിട്. അതാണ് തറ പറഞ്ഞാലും പുതിയരാത്തൊരു സംഗതിയല്ല ഈബത്ത്. ചില ആളുകൾ അത് കൊല്ലങ്ങളോളം പാരമ്പര്യമായിട്ട് ഈബത്തിൻ്റെ ആൾക്കാരായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബാപ്പ തുടങ്ങിയേക്കും പിന്നെ എല്ലാവരും ഉണ്ട് ഈബത്തിൻ്റെ ആൾക്കാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്തിപുരസ്താക്കെ ഇരിക്കണുണ്ടല്ലേ ഞങ്ങൾ? അത്തിപുരസ്ത ആവശ്യമില്ലാത്തൊരു വർത്തമാനം പറയുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഷംസുലും ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിന്ന് ഇൽമുള്ള ആളുകൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഈയിടെ അടുത്ത് വലിയൊരു പണ്ഡിതനുമായി ഷംസുലമയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. സത്യത്തിൽ അദ്ദേഹം ഉറച്ചൊരു സമസ്തക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിനെ കുറിച്ച് എന്നോടൊരു ബാക്കവി പറയാണ്, അദ്ദേഹം 9-10 കൊല്ലം നാട്ടിൽ ഓതിയിട്ടു ഈമാൻ ഉറച്ചിട്ടില്ല. ഒരുപാട് സംശയങ്ങൾ. ആ ആയത്തും ഈ ആയത്തും തമ്മിൽ എതിര്. ഇന്നത്തെ ഒരു സോക്കട തന്നെ ആ ഹദീസും ഈ ആയത്തും തമ്മിൽ എതിര്.
ഇങ്ങനെ ആകെ അങ്കിലപ്പിലാണ്. അങ്ങനെയാണ് ബാക്കിയാത്തൊക്കെ ബിരുദെടുക്കാൻ പോണത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഫഖീഹ് മുഹഖിഖായ ഒരു ആലിമ്, അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് ഞങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തിനെ പറഞ്ഞു തരാൻ എനിക്ക് കഴിയും, എനിക്ക് ഇൽമ് കിട്ടിയ ആളെ ചൂണ്ടിക്കാണിച്ചു തരാൻ എനിക്ക് കഴിയും. എന്നിട്ട് ഇയാൾ പറയാം ഞാൻ അങ്ങനെ തന്നെയാണ് ബാക്കിയാത്ത് പോയി, പക്ഷെ മനസ്സിൽ മുഴുവനും ഈമാന് ഉണ്ടോ ഇല്ല എന്ന് തന്നെ സംശയമാണ്. ആ നിലയിലാണ്. അങ്ങനെയല്ലോ, അങ്ങനെ സംശയങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ്. ആണ്ടുകൊണ്ടും സംശയം. അപ്പോൾ ഞാൻ ഷംസുലമൻ്റെ ദർസാണെന്നും ബാക്കിയാത്തിൽ, അന്ന് അവിടുത്തെ മുദരിസാണ്. അപ്പോൾ ഞാൻ ദർസിൽ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ ചിന്തിച്ചു, ഇത് അള്ളാൻ്റെ വലിയൊരു മഹാനെന്നൊക്കെ പറഞ്ഞേക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയങ്ങളൊക്കെ തീർന്നല്ലോ. അദ്ദേഹത്തിന് 10-40 സംശയമാണ് ഹൃദയത്തിൽ. ഒന്നാമത്തെ സബ്ക്കിൽ തന്നെ മഹാനായ വലിയുല്ലാഹി അൽ ആരിഫു ബില്ലാ ശൈഖു മശായിഖിന ശംസുലമ റഹിമഹുല്ലാ റഹ്മത്തൻ വാസിയ. അവരിങ്ങനെ ഇയാളെ മനസ്സിലുള്ള 3-4 സംശയങ്ങളാണ്ട് എടുത്തിട്ട് എന്നിട്ട് അതിന് മറുപടിയും പറഞ്ഞു, എന്നിട്ട് മൂപ്പരെ മൊത്തം ഇങ്ങനെ നോക്കുന്നായിരുന്നു. നോക്കാൻ നിങ്ങളൊരു ആരിഫിൻ്റെ പ്രത്യേകത. 2-ാം ദിവസം പിന്നെയും എന്നിട്ട് ഇയാൾ പറയാം 1-2 ആഴ്ച ഷംസുലമൻ്റെ സബ്ക്കിൽ ഇരുന്നോടുകൂടി എൻ്റെ ഈമാനാണ്ട് മൂർച്ഛിച്ചു, എല്ലാം സംശയം തീർന്നു, ഇപ്പോഴും ആ ഈമാൻ്റെ ദമ്മിലാണ് ഞാൻ ഉള്ളതെന്ന്. ആൾക്ക് 80 വയസ്സോളം അയക്കണം. 50 കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഇപ്പോഴും ഷംസുലമ ഹൃദയത്തിലേക്ക് കുത്തി നിറച്ച ആ മാരിഫത്തിൻ്റെ 100 കൊണ്ടുള്ള ഫൈനഹു എന്നുറു ബിനൂരില്ല, അതിൻ്റെ ഈമാൻ എപ്പോഴും എനിക്കുള്ളതെന്ന്. അള്ളാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. അവരുടെ അനുയായികളുടെ സ്വഭാവം നമ്മളിലുണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാലേ അവരൊക്കെ പോയ പോലെ പോകാൻ കഴിയുള്ളൂ. അല്ലാതെ വല്യപ്പാക്ക് ആനണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു പൂച്ചെങ്കിലും വേണ്ടേ. അവരൊക്കെ പോയതുപോലെ നമുക്ക് പോകാൻ കഴിയണം. അതിനൊരു ഹാല് നമുക്കുണ്ടാവണം. മദീന കണ്ട ഷംസുലമൻ്റെ ഹാല് കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളും ആ ഹാലിൻ്റെ ആളുകളാവണം. മദീന ഒരു ഹാലാണ്, ചിലപ്പോൾ ഒരു കരച്ചിലാണ്. എല്ലാവർക്കും മഹ്ഫൂള്ള കേന്ദ്രമല്ലേ മദീന. 1500 കൊല്ലമായി ഒരാളെ ഓർത്തുകൊണ്ട് പാരമ്പര്യമായി പണ്ഡിത പാമര കുബേര കുചേല വേദമന്യ നിരന്തരമായി നിതാന്തമായി കണ്ണുനീരിന്റെ പ്രവാഹങ്ങൾ ഒലിച്ചിറങ്ങുമ്പോൾ ഒരുപക്ഷേ അതൊരു കടലായി മാറിയിരുന്നെങ്കിൽ സയ്യിദുൽ ഔലിയായി അഫ്ളലുൽ ബശരി ബഅദൽ അംബിയായി അൽ മുലഖബിൽ ലതീഖ് ഖാതിൽ സിദ്ദീഖ് അബീ ബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി കിടക്കുന്ന പുണ്യവാളനായ മുത്തു മുസ്തഫാന്റെ പ്രഭാമയമായ സുഗന്ധഭരിതമായ കവളത്ത് മുത്തിയിട്ട് പറഞ്ഞില്ലേ, മാ തുയബക യാ റസൂലല്ലാഹ് തിബ്ത ഹയ്യം വ മയ്യിതൻ യാ റസൂലല്ലാഹ്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണല്ലോ നബിയേ, നിങ്ങൾ ഏർപ്പെട്ടപ്പോഴും സുഗന്ധമാണല്ലോ നബിയേ. ഇത്രമാത്രം നിങ്ങളെ സുഗന്ധമാക്കിയത് എന്താണ് നബിയേ എന്ന് വഫാത്തായി കിടക്കുന്ന മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട കവൾ മുത്തിയിട്ട് അബൂബക്കറിന് സിദ്ദീഖ് കരഞ്ഞുകൊണ്ട് മുസ്തഫ നബിയോട് പറഞ്ഞത് ഞാൻ പറയുകയല്ല, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾക്ക് സക്കറാത്തുൽ മൗതി വശിദ്ദത്തുഹു എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിന്റെ 21-ാമത്തെ പേജിൽ കാണാം. അബൂബക്കറിന് സിദ്ദീഖ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അമിതമായ കരച്ചിലൊക്കെ നിങ്ങൾ ഞങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ട്. അത് വേർപാട് കൊണ്ടാണെങ്കിലും നെഞ്ചത്തടിച്ച് കരയരുത് എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങാനും ഞങ്ങളുടെ അധ്യാപനത്തിൽ ഓർമ്മയില്ലായിരുന്നെങ്കിൽ, അങ്ങ് തന്ന അധ്യാപനത്തിൽ ഞങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നെങ്കിൽ, അങ്ങനൊരു വാക്ക് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അങ്ങയുടെ വേർപാട് കൊണ്ട് ഈ അബൂബക്കറിന്റെ അടക്കം കണ്ണിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ബാഷ്പമില്ലേ, വേർപാടിന്റെ നൊമ്പരത്തിന്റെ ചുടുബാഷ്പമില്ലേ, അത് മദീനയിലൂടെ ഒഴുകുന്ന കളകളാരവും മുഴക്കുന്ന അരുവിയായി മാറുമായിരുന്നു യാ റസൂലല്ലാഹ്. അങ്ങയുടെ വാക്കോർത്തുകൊണ്ടാണ് ഞാൻ എന്നെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഒതുക്കുർന എന്ത റബ്ബിക യാ റസൂലല്ലാഹ്, അങ്ങ് റബ്ബിങ്കൽ പോയിട്ട് ഈ അബൂബക്കർ അടക്കമുള്ള ആളുകളുടെ കാര്യമൊന്ന് പറയണേ യാ റസൂലല്ലാഹ്. ഇത് ശിർക്കാന്ന് പറഞ്ഞപ്പോഴാണ് സമസ്ത ഉണ്ടായത്. എല്ലാവരും മനസ്സിലാക്കണമല്ല, ഇത് ശിർക്കാന്ന് പറഞ്ഞപ്പോഴാണ് സമസ്ത ഉണ്ടായത്.
ഇതെനിക്ക് ജീവുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കിതാബ് കാണിച്ചു തരും. ഇതൊന്നും തൗഹീദും ശിർക്കും അറിയാത്ത ആൾക്കാരൊന്നുമല്ല. ഗസാലി ഇമാമിൻ്റെ തൗഹീദും ശിർക്കൊന്നും അറിയില്ല. മുഹമ്മദ് എന്ന പേരെന്നെ മതിയല്ലോ മൗലിദിന്. ഞാൻ അദ്ദേഹത്തിനോട് ഞങ്ങളോട് പറഞ്ഞില്ല. കാരണം എന്താ, അതിൻ്റെ അർത്ഥം കൂടുതൽ മൗലിദ് എല്ലപ്പെടേണ്ട ആളെന്നാ. ആയത്തു ഹദീസും ധാരാളം ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ നേരെ ആയത്തു ഹദീസുക്കും പോകില്ല, എൻ്റെ പണി വിടച്ച് കൊടുക്കലാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, മൗലിദ് ഓതപ്പെടേണ്ട ആളെന്ന്. അപ്പം അയാൾ പറയാം എന്നാലും ഓതണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ അബ്ദുൽ അസീസ് എന്ന് എഴുതിയ ബ്രാക്കറ്റിൽ രോഗികളെ സന്ദർശിക്കാമെന്ന് എഴുതണോ? ഒരു സ്ഥലത്ത് ഒരു ബോർഡ്, ഡോക്ടർ അബ്ദുൽ അസീസ്. അപ്പോൾ രോഗി അവിടെ അങ്ങനെയൊക്കെ എന്തേ രോഗികളെ സന്ദർശിക്കാമെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇവിടെ പ്രസവാർഡ് എന്ന് എഴുതിയ പിന്നെ സ്ത്രീകൾക്ക് നടിയിൽ എഴുതണോ? ഈ ഏർപ്പാട് അവർക്കല്ലേ ഉള്ളൂ. ഒരു പെണ്ണ് പ്രസവാർഡിൻ്റെ അവിടെ പോയിക്കുക, ഉള്ളു കയറില്ല, വയറൊക്കെ അങ്ങോട്ട് വീർത്തും ചെയ്തിരിക്കണം. അപ്പോൾ എന്താ ഉള്ളു, പെണ്ണുങ്ങളെ കയറുക എന്ന് എഴുതി ശരിയല്ലോ. ഇങ്ങനെ മറുപടി. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പോരെ, ഇനി മൗലിദ് അല്ലണം എന്ന് പറയണോ? കാരണം ആ പേരിൻ്റെ അർത്ഥം തന്നെ അതല്ലേ. ആ പേരിൻ്റെ അർത്ഥം തന്നെ അതല്ലേ. ഇത് അള്ളട്ടതല്ലേ, ഇത് അള്ളട്ട പേരല്ല. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദ. സമ്മന്റെ ഫായിൽ അല്ലല്ലേ, അബ്ദുൽ മുത്തലിബ. മൗലിദിൽ സമ്മന്റെ ഫായിൽ ആരാ? അബ്ദുൽ മുത്തലിബ, അല്ലാഹു. ഈ പേര് എന്നാട്ടത് 1380 കോടി കൊല്ലങ്ങൾക്ക് മുമ്പിട്ടു. അല്ലാതെ 1500 കൊല്ലം മുമ്പിട്ട പേരല്ലേ. 1380 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് എന്നാണ്. എന്താ നിങ്ങൾ 1380 കോടി കൊല്ലം എടുക്കണേ? ബിഗ് ബാങ് തിയറിൻ്റെ കണക്ക് അങ്ങനെയാണ്, അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. ഈ ലോകം ഉണ്ടായത് തിയറിൻ്റെ പേര് പിന്നെ വന്നതാണ്. ഏതായാലും പൊട്ടിത്തെറിയിലൂടെ എന്ന് എല്ലാവരും പറയണ്ടല്ലോ. ലൈറ്റസ്റ്റ് ശാസ്ത്രത ഇതുവരെ തിരുത്തിയിട്ടില്ല. മുഅ്തമദായ മസല അങ്ങനെയാണ്, തിരുത്തിയിട്ടില്ല. അപ്പം അതിൻ്റെ മുമ്പ് എന്താ, അതാണ് മഖ്ദൂനങ്ങൾ പറഞ്ഞത്. അതിൻ്റെ മുമ്പ് എന്താന്ന് ശാസ്ത്രന്മാർക്ക് പിടുത്തം കിട്ടിയില്ല. പക്ഷെ മഖ്ദൂനങ്ങൾ പറഞ്ഞു വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. ബിഗ് ബാങ് തിയറിക്ക് മുമ്പേ ഈ പ്രഭ ഉണ്ട്. വസമ്മാ, അള്ളാഹ് അതിന് പേരിട്ടിട്ടുണ്ട് മുഹമ്മദ്. അപ്പൊ ഈ പേര് 1380 കോടി കൊല്ലം മുമ്പുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ജന്മദിനം, അസ്തിത്വത്തിൻ്റെ ജന്മദിനം നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ 10 കോടി ആ ബോക്സിൻ്റെ അടിയിൽ നിന്ന് എടുത്തിരും. റസൂലുള്ളാഹിന്റെ അസ്തിത്വം 1500 അല്ല, അത് കമറാണ്. കമർ, മങ്കൂസ് മൗലിദ് പറഞ്ഞ കമറാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദ. കമർ ഷംസിന്റെ പ്രതിഫലനല്ലേ? ആർക്കറിയാത്തത്? കമറിന് സ്വന്തം പ്രകാശമുണ്ടോ? എന്നാ ബുർദി പറഞ്ഞ അസ്തിത്വമാണ്. فإنه شمس فاضل هم كواكبها يظهرن أنوارها للناس في الظلم مولاي. നിങ്ങളൊന്നും ജോലിയോ നിങ്ങളുടെ യാത്രയോ നിങ്ങളുടെ ഉറക്കോ ഞാൻ റാഞ്ചിയെടുക്കുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള സമയം ധാരാളം ഇങ്ങനെയുള്ള ചിന്തോദ്ദീപകമായ ജാലകം തുറക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് ഇനി കയ്യും കാലും മടക്കിയിട്ട് കൽബിന്റെ കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ മദീനയിലേക്കൊന്ന് ഉറ്റുനോക്കുകയാണ്. ഇന്നൽ ഈമാന ലയറിസുൽ മദീന കമാ തറിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഈമാന് ചുരുളുന്നതും അടങ്ങുന്നതും വളയുന്നതും മദീനയിലേക്കാണ്. പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് വലയും പോലെ പാമ്പിനൊരു തവളയെ കിട്ടിയാൽ പിന്നെ വേണ്ടത് മതിയും, പിന്നെ വേണ്ടത് മാളമാണ്. കാരണം സുരക്ഷിത താവളത്തിൽ വെച്ചുകൊണ്ട് അന്നം വയറ്റിലാക്കാൻ ഏറ്റവും നല്ലത് മാളമാണ്. എന്നതുപോലെ ഏതൊരുത്തന്റെ ഹൃത്തടത്തിൽ ഈമാന് ദൃഢരൂഢമൂലമായോ അവൻ പിന്നെ ചിന്തിക്കുന്നത് എനിക്ക് എന്നൊന്ന് മദീനയിൽ എത്താൻ കഴിയുമെന്നാണ്. സുർവരികൾ മുസ്തഫ വാസിദ് ഇഖാമതൻ ബിഹി സുർതഹ മിൻ സാവിയന ഖൽബിക സിൽസാല സാൽ താഹ ഖൽബി മുസ്തൈതു വാദിയൻ ഖാഫമാ തബഅൻ വിദാദി താഹ
താലിയേലി താലിത്താൽ മുത്തൊളി തിളങ്ങിടും റൗള അതിൽ നീ പാർക്ക് മങ്ങി മുങ്ങാത്തെ മനസ്സാൽ ബാക്കിയോരെ പാക്ക് നഖാത്താഴ് വരെ എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താഹാവിൻ ചാര് ഞാലയത്തിലായി ഇലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു ഈ കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആർക്കും അഫുള്ള കേന്ദ്രമാണ് മദീന, ആർക്കും റഹ്മത്തുള്ള കേന്ദ്രമാണ് മുത്തുനബി, ആരോടും അലിവ് കാണിക്കുന്ന പ്രതീകമാണ് മുത്തുനബി, ഏതൊരാൾക്കും പുറത്തു കൊടുക്കുന്ന വിശാല മനസ്കതയുടെ ഉൾപ്പുളകമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോ രാത്രിയിലും ഞാൻ ഓരോ ചരിത്രം പറയലാണ്. ചരിത്രത്തിനുള്ള ഒരു ലഫ്ള് തന്നെ സീറ എന്നാണ്. സീറ എന്ന വാക്ക് സാറ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. സാറ എന്ന് പറഞ്ഞാൽ യാത്ര പോവുക എന്നാണ് അതിനർത്ഥം. അപ്പൊ റസൂലുള്ളാഹിന്റെ ചരിത്രം പറഞ്ഞാൽ അത് മുത്തുനബിയിലേക്കുള്ള ഹൃദയഹാരിയായ യാത്രയാണ്. അത് മദീനയിൽ എത്തിയ പ്രതീതിയാണ്. മദീനയുടെ ഓരങ്ങളിലൂടെ, മദീനയുടെ ഊടുവഴികളിലൂടെ, മദീനയുടെ റോഡുകളിലൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് ത്വരീഖുൽ ഹിജ്റ എന്ന് കാണുമ്പോൾ കണ്ണു നിറയാത്തവരുണ്ടോ? ഇന്ന് ഞാൻ 8 മണിക്കൂർ കൊണ്ടെത്തുന്ന 480 കിലോമീറ്റർ അള്ളാന്റെ റസൂൽ അന്നെത്തിയത് 8 ദിവസം കൊണ്ടല്ലേ എന്ന് ബസ്സിലിരുന്നു കൊണ്ട് ഓർമ്മയുടെ ഓളങ്ങൾ ഹൃത്തടത്തെ അലയടിക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. കവിൾത്തടങ്ങൾ അതിന് സാക്ഷിയാവുകയാണ്. അപ്പോൾ അറിയാതെ നമ്മളും പാടുകയാണ്. ആമീൻ തദക്കുരി ജി റാനിം ബിദി സലമി മസജ്തദം മൻജറാ മിമുഖലതിം ബിദമി. ആരെ ഓർത്തുകൊണ്ടാണ് നീ കരയുന്നത്? ഈ സലമിലുള്ള കൂട്ടാളികൾ ഓർത്തുകൊണ്ടാണോ നീ കരയുന്നത്? ഈ സലമിലുള്ള കൂട്ടുകാരൻ ഓർത്തുകൊണ്ടാണോ എന്ന് പറഞ്ഞില്ല. കൂട്ടാളികൾ ഓർത്തുകൊണ്ടാണോ നീ കരയുന്നത്? ജാരിം ബിദി സലമി എന്നല്ല, ജീറാൻ. അവ ചുരുങ്ങിയത് 3 ആൾ വേണം. മുഹമ്മദ് മുസ്തഫ, അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. ബുർദൊക്കെ എഴുതിയത് തൽസൂറുള്ള ആൾക്കാരാണ്. അമീൻ സത്യത്തിൽ അമീൻ ഇസ്തിഫാമിൻ അൽഫിമിൻ ജാറാണ്. അത് ശരി തന്നെയാണ്, നെഹവിലെ ശരിയാണ്. പക്ഷെ അതൊന്ന് കൂട്ടി വെച്ചോ കളി. അമീന നിർഭയനായി എന്നാണ്. കാരണം അത് തുടങ്ങിയാൽ പിന്നെ അദാവിനെ തൊട്ട് നിർഭയനായി. അലിഫോണ്ടാ തുടങ്ങിയത്, അലിഫോണ്ട്. അമീൻ വേറെ ലഫ്ള്, വേറെ ഒരു ഹർഫ് ഇമാം ബുസരി കിട്ടാത്തതുകൊണ്ടൊന്നല്ല. അലിഫ് അഹമ്മദിലേക്കും അള്ളാഹുവിലേക്കുമുള്ള സൂചനയാണ്. ഇനി അഹമ്മദ് എന്നുള്ള ഇസ്മിനെ കുറിച്ച് റൂഹുൽ ബയാനിൽ കാണാം. അത് അലിഫോണ്ടാ തുടങ്ങിയത്. വഖദ് അഷാറ ഹാദൽ അലിഫു, ഈ അലിഫ് സൂചിപ്പിക്കുന്നുണ്ട് ഇല അൻ അവ്വലൽ ഖൽഖി മുഹമ്മദ്, സൃഷ്ടികളിൽ പ്രഥമൻ ഈ അഹമ്മദ് എന്ന ഇസ്മ കൊണ്ടുള്ള മുസമ്മയായ പരിശുദ്ധ റസൂലാണ്. എന്തെല്ലാം സാരങ്ങൾ ഓരോന്നിലുണ്ട് അറിയങ്ങൾ. ഇതെല്ലാം ഉൾവഴികളിലൂടെ യാത്ര ചെയ്താൽ റസൂലുള്ളാഹിൻ്റെ അസ്തിത്വത്തിൻ്റെ മുത്ത് വരാൻ കഴിയും. ചരിത്രങ്ങൾ ധാരാളം പറയണം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഓരോ അക്ഷരത്തിലും മൊളിഞ്ഞു വന്നജ്മി, താരകം പോലെ തിളങ്ങുന്ന പരിശുദ്ധ റസൂല് തന്നെയാണ് സത്യം. ഇതാ ഹവ ഭൂമിക്ക് ഇറങ്ങി വന്നാൽ. ഈ തഫ്സീർ കണ്ടപ്പോൾ ഞാൻ ആ നജ്മി എന്നുള്ള ലഫ്ലിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു. നൂന് 40, ജീമ് 3, നൂന് നജ്മ്, നൂന് 50, ജീമ് 3, 53. 53 കൊല്ലാണ് മക്കത്തുണ്ടായത്. മീമ് 40, 40-ാം വയസ്സിലാണ് നുബൂവത്ത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തിച്ചാലുണ്ട് മുഹമ്മദ് മുസ്തഫ. നജ്മ് ഇതാ ഹവ താഴെ ഇറങ്ങി വന്നാൽ. താഴെ ഇറങ്ങി വന്നില്ല, കാബ കൗസയിലെ നക്ഷത്രമല്ലേ മുത്തുനബി. നമുക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ, അല്ലാതെ ഇവിടെ ഏറുകൊണ്ട് ജീവിക്കേണ്ട ഒരാളാണോ അള്ളാഹുവിൻ്റെ റസൂൽ? ത്വായിഫിൽ ഏറുകൊണ്ട് ഞെരിയാണി പൊളിഞ്ഞില്ലേ, അതിന് വേണ്ടി വന്നതാണോ? ആളുകൾ കല്ലെറിഞ്ഞു, നമ്മൾ മദ്ഹിൻ്റെ പൂമാല കൊണ്ടുവരുന്നു. ഇതാണ് വ്യത്യാസം. പക്ഷെ ഇവിടെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹൃദയം പടഞ്ഞ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹിനെ ഒരാൾ എങ്ങനെ ഇടപെട്ടാലും ആ ഒരു ബന്ധം പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കും എവിടെ ആളെന്ന് ചോദിക്കും.
ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയിൽ മുള്ളും കല്ലും വെച്ച് ഉപദ്രവിക്കുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ചിലപ്പം തുപ്പും ചെയ്യും. ഒരിക്കൽ ആ വഴിയിൽ ആ പെൺകുട്ടിനെ കാണാതായപ്പോൾ ചോദിച്ചു, ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ചു. അള്ളാഹിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആളുകൾ പറഞ്ഞു പനിച്ചെടുക്കുകയാണ്. നമ്മളാണെങ്കിലോ ഇന്നലെ പനിക്കേണ്ടതാണ്, ഗുരുത്തക്കെടാന്ന് പറയും. എന്നാ പോയോക്ക മുഹമ്മദ് മുസ്തഫ. ഈ സംഭവം എടുത്തിട്ട് സൂഫിയാക്കൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടി റസൂലുള്ളാഹിനെ എറിഞ്ഞത് കല്ലോണ്ടാണ്, തുപ്പുനീരോണ്ടാണ്. എന്നിട്ട് ആ ബന്ധം മുറിഞ്ഞപ്പോൾ അന്വേഷിച്ചു ഓളെവിടെയെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിനെ എറിയാന്നൊന്നും പറയില്ല, നമ്മൾ തുപ്പുന്നില്ല, എറിയുന്നില്ല, നമ്മൾ മദ്ഹിൻ്റെ പൂമാലിടുകയാണ്, സ്വലാത്തിൻ്റെ പൂച്ചണ്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളൊരു നാളിൽ മരിച്ചാൽ അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുമല്ലോ, ഖബർ കിടന്നിട്ട് എവിടാ കുട്ടിയെന്ന് ചോദിക്കണമല്ലോ. അപ്പം മലക്കുകൾ പറയും, ഖബർ മുഴുവനും മലക്കുകൾ വലയം ചെയ്തല്ലേ, ഖബറിന് നേരെ മുകളിൽ തന്നെ ഒരു മലക്കുണ്ട് എന്നാണ്. ലോകത്തുള്ള എല്ലാ ആളുകളുടെ പേരും അവൻ്റെ വാപ്പാൻ്റെ പേര് ഈ മലക്കിനെ അറിയും. ആ മലക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മുത്തനബിയെ ഇപ്പം വന്ന 10 സലാത്ത് അബുദാബിയിൽ ഇസ്ലാം സെൻറ്ററിൽ നിന്നാണ്, ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിനായിട്ടൊരു മലക്കുണ്ട്. അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ, അല്ലെങ്കിൽ അബ്ദുൽ ജലീൽ, അല്ലെങ്കിൽ അബൂബക്കർ, അവൻ്റെ സലാത്താണ്. നിരന്തരം സലാത്തിലുള്ള ഒരാൾ ഒരിക്കലും ഇല്ലാതാവും. അപ്പോൾ റസൂൽ ചോദിക്കും ഈ മലക്കിനോട്, അല്ല നമ്മളെ ആ മജീദിൻ്റെ സലാത്ത് ഇവിടെ, അയാൾ രാവിലെ മരിച്ചു യാ റസൂലല്ലാ. റൗളി കിടന്നിട്ട് അയാൾക്ക് ഷഫാത്ത് ചെയ്യും മുഹമ്മദ് മുസ്തഫ. ഇതാണ് സലാത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. സലാത്ത് എന്നുള്ള വാക്കിൻ്റെ സിലത്ത് എന്നുള്ള വാക്കെന്ന് വന്നാണ്. സിലത്തു റഹീം എന്ന് പറഞ്ഞാൽ കുടുംബന്ധം കൂട്ടുകയെന്നല്ലേ. അപ്പോൾ റസൂലുള്ളാഹിനോട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ സിലത്ത് എന്ന് വന്ന വാക്ക് സലാത്ത് വേണം. ഈ സലാത്ത് എന്നുള്ളതിൽ നിന്നാണ് ഇത്തിസാൽ എന്നുള്ള വാക്കെന്ന്. ഇത്തസലത്ത് പറഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്തു എന്നല്ലേ. എന്തൊരു ബന്ധമാണ് ഈ വാക്കുകൾക്കിടയിൽ. ഇവിടെ നല്ല ചിന്തകന്മാരുണ്ട്, ഭാഷാ പണ്ഡിതന്മാരുണ്ട്, ചരിത്രം അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ എന്തെങ്കിലും പ്രസംഗിച്ച് പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ ചില ജാലകങ്ങൾ തുറന്നിടുകയാണ്. ഇത്തസലത്തു എന്ന് പറഞ്ഞാൽ അത് സലാത്ത് എന്ന് വന്നാണ്. ഞാൻ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നിസ്കാരത്തിൽ വരെ ഇത് എടുത്തുകൊണ്ട് സംസാരിക്കണ കാലമാണ്. ഞാൻ മുമ്പൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരോ ക്ലിപ്പാക്കിയിരുന്നു. ഞാനൊരു സ്ഥലത്ത് നിസ്കരിക്കാൻ കയറിയപ്പോൾ ഒരാൾ സുജൂദിൽ കിടക്കുമ്പോൾ അയാൾക്ക് റിങ് തന്നെയുണ്ട്. അയാൾ എടുത്തിട്ട് പറയുകയാണ്, ഇപ്പോൾ നിസ്കരിക്കുകയാണ് ചെയ്യും, പിന്നെ വിളിക്കുന്നു നിസ്കാരത്തിൽ. എന്നാൽ കുറേ ഉസ്താന്മാർ ഒരുമിച്ച് കൂടി ഒരു സാസ് പറഞ്ഞു, ഏതോ ഒരു ഉസ്താദ് അങ്ങനെ തോണ്ടിന് കണ്ടപ്പോഴേ, നീ 2 ഖുതുബിൻ്റെ അടിയിൽ തോണ്ടരുത് എന്ന് പറഞ്ഞു. നല്ല സമയമല്ലേ തോണ്ടാൻ. തോണ്ടി ആകപ്പോൾ ഈ തോണ്ടൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി നാളെ ഊത്താണേക്കാരം. ഇതുവരെ എങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കലായിരുന്നു, ഇപ്പോൾ തോണ്ടാൽ. ഇനി നാളെ അപ്പോൾ പ്രഭാഷകൻ എണീറ്റുന്നാൽ സാസിലുള്ളവരൊക്കെ പെരുമ്പാമ്പായിരിക്കും. ഇതിനൊത്ത് നമ്മൾ നടക്കാന്നാൽ അല്ലേ, ഓരോന്നിനും ഓരോ മര്യാദ. മദ്ഹിൻ്റെ സാസിലൊക്കെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അദബാണ്. മാലിക് ഇമാം ഹദീസ് ദർസെടുത്തുമ്പോഴാണ് 16 തവണ കരിന്തേൾ കൊത്തിയത്. 16 തവണ കരിന്തേൾ കുത്തി. റഅയ്തു ബി ഐനയ്യ, എൻ്റെ 2 എണ്ണോണ്ട് ഒരു കിതാബ് കണ്ടാണിത്. കരിന്തേൾ 16 തവണ കുത്തി, കാല് ഇളകിയില്ല. ശിഷ്യന്മാർ ചോദിച്ചു, കാലിൻ്റെ കളറൊക്കെ മാറിയപ്പോൾ, ഉസ്താദെ കരിന്തേളല്ലേ കുത്തിയത്? അതിന് ഉസ്താദെ ഇളകിയ. ഞാൻ റസൂലുള്ളാഹിൻ്റെ ഹദീസ് പറയുമ്പോൾ കാലിളക്കുക, പഠിച്ചോനെ ഓലൊക്കെ എങ്ങനെ ഉയരാതിരിക്കുക. അത്തിബ് ഉസ്താദിൻ്റെ ഏറ്റവും വലിയ മഹത്വം അത്തിബ് ഉസ്താദിൻ്റെ അദബാണ്. ഇപ്പം ഞാൻ ഓഫർ ഉസ്താദിൻ്റെ വണ്ടി കയറി പിന്നെ പറഞ്ഞു, ഈ വണ്ടി ഞാൻ വിൽക്കൂല, വിറ്റിട്ടില്ല, ഇതിൽ അത്തിപ്പറ്റ ഉസ്താദ് കയറിക്കണ് പറഞ്ഞു. എന്താണ് ആ മഹാൻ്റെ ഇത്ര വലിയ ക്വാളിറ്റി? സുന്നത്തിൻ്റെ ആളാണ്, വേറൊന്നുമില്ല. അല്ല അത് ഇത്ര ഐറ്റം വെയിറ്റുള്ള ആളപ്പോൾ അത് നെഞ്ച് മുഴുവനും മുഹമ്മദ് നബിയാണ്, പെരുമാറ്റം മുഴുവനും സുന്നത്താണ്. ഇനി ആസറുണ്ടല്ലോ, ആ ആസർ പോവില്ല. സനക്തുമ്മ ഖദ്ദമു ആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു. പിന്നെ ഫി ഇമാമി മുബീൻ. എന്താ ഫി കിതാബി മുബീൻ എന്ന് പറയാത്തത്? അള്ളാഹ് കിതാബ് എന്നുള്ള വാക്കറിയാത്തതുകൊണ്ടാ. ഫി ഇമാമിൻ, അതിൻ്റെ തഫ്സീറുകളിൽ ആഴത്തിലേക്ക് പോയാൽ ഞെട്ടുന്ന ഒരു ഇഷാറത്ത് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട് കിതാബിൽ. എന്താ അറിയോ, ഒരുപാട് നല്ല ഇമാമിയങ്ങളുടെ മനസ്സിൽ ഈ മനുഷ്യൻ്റെ ആസാർ അള്ളാഹു നിലനിർത്തും. അത് പള്ളി ഇമാമിയങ്ങളാവാം, ഖുലൂബുൽ അഹ്ബാബിൽ ഈ മനുഷ്യൻ മരിച്ചാലും അവരുടെ ആസാർ ഇങ്ങനെ മങ്ങാതെ മറവ് ചെയ്യപ്പെടാതെ ഉണ്ടാവും. പിന്നെ അവർ ജീവിക്കുന്ന അതിൻ്റെ പുറത്തായിരിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഞാൻ ഇവിടെ വന്ന ഉടനെ ഫാത്തിഹ ഓതുവായിരുന്നു ഷെയ്ഖ്സാദിൻ്റെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ റഹ്മത്ത് ചിന്തിച്ചുകൊണ്ട്. വന്ന ഉടനെ എയർപോർട്ടിൽ നിന്ന് ഫാത്തിഹ ഓതുവായിരുന്നിട്ട് അങ്ങോട്ട് വന്ന് ഓരോ സ്ഥലത്ത് പോയതിൻ്റെ ഒരു അദബ് അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ റൂട്ടുണ്ട്, ആ റൂട്ട് തെറ്റരുത്. നമ്മുടെ റൂട്ട് മുഹമ്മദ് മുസ്തഫ.
വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. ബ്രേക്ക് ഇടൽ പെട്ടെന്നായിരിക്കും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഇത് എൻ്റെ ഫ്ലൈറ്റ് 4 മണിക്കാണ്, പക്ഷെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടറിയണം. ഇത് ഒരാളും അനങ്ങാതെ കോട്ടുവായിടാതെ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഗംഭീര പ്രസംഗം നടത്തുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി പ്രസംഗിച്ച് അത്ര പോലും ഗംഭീരമായിട്ട് ഇവിടെ പ്രസംഗിച്ചിട്ടില്ല. ഇവിടെ സൈലൻ്റായിട്ട് പറയണുള്ളൂ. എന്നാലും നിങ്ങൾ ആരും അനങ്ങാത്തത് നമ്മളെ പവർ കൊണ്ടോ പ്രഭാഷണത്തിൻ്റെ മികവുകൊണ്ടോ അല്ല, നിങ്ങളെ ഉള്ളിലൊക്കെ ഇഷ്കിൻ്റെ നനവുള്ളതുകൊണ്ടാണ്. നമ്മൾ മുഴുവനും അള്ളാഹു ഇതിൻ്റെ ആളുകളാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ മുഴുവനും ഇതിൻ്റെ ആളുകളാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബിൻ്റെ മദീനയിൽ പലവട്ടം നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. നമുക്ക് കിടക്കാൻ അള്ളാഹു ഒരു ഇടം പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി. എൻ്റെ നെഞ്ചിലുള്ളൊരാഗ്രഹം ഞാൻ വെച്ചതാണ് എപ്പോഴും. അതാണ് കിടക്കാൻ അവിടെ ഒരു ഇടം. അതാണ് നമ്മൾ ഫാറൂഖ് വെട്ട് കിട്ടിയപ്പോൾ വായ തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത സമയത്തും മോനോട് ആയിഷാബീൻ്റെ ഉമ്മ ആയിഷാബീൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ കിടക്കാൻ ആയിഷാബി എടുത്തുവെച്ച സ്ഥലം എനിക്ക് ആഗ്രഹം ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആഗ്രഹമാണ്. സയ്യിദുൽ ഔലിയായി അബൂബക്കർ സിദ്ദീഖ് വഫാത്തിൻ്റെ സമയത്ത് കൂടെയുള്ളവരോട് പറഞ്ഞ് അതിൻ്റെ മേലെയാണ്, നിങ്ങൾ എന്നെ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മറയരുത്. എന്താണ് ആ ധൈര്യം? ഇത് എവിടെ ഉണ്ട്? റാസിയിലുണ്ട്. റാസിയിൽ എത്രാം വാള്യത്തിൽ? 5-ാം വാള്യത്തിലുണ്ട്. ഏത് സൂറത്തിൽ? സൂറത്തുൽ കഹ്ഫിൻ്റെ തഫ്സീറിലുണ്ട്. ആ സൂറത്തുൽ കഹ്ഫിൻ്റെ ഏതായത്തിൻ്റെ തഫ്സീറിൽ അതിൻ്റെ ആരംഭത്തിലുണ്ട്. അതിൻ്റെ ലഫ്ള് എന്താ? മീൻ കറാമാത്തിഹി, അബൂബക്കർ സിദ്ദീഖിൻ്റെ കറാമത്ത്. അല്ലാതെ മീൻ ഷിർക്കി, അവർ ചെയ്ത് ഷിർക്ക് പെട്ടാണെന്നല്ല എഴുതിയത്. അവരുടെ കറാമത്തിൽ പെട്ടാന്നിട്ട് റാസിമാൻ പരിചയപ്പെടുത്തി. അവർക്കറിയാത്തൊരു ഷിർക്കൊക്കെ നമ്മൾ പഠിച്ചാൽ അത് അബദ്ധമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ സിദ്ദീഖ് എന്നവർ പറഞ്ഞെന്നറിയോ? എൻ്റെ ജനാസങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഖബറിങ്ങൾക്ക് കൊണ്ടുപോകണം. എന്നിട്ട് എന്താ പറയേണ്ടത് അറിയോ? ഹബീബിൻ്റെ ഖബർ നോക്കിയിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾ അബൂബക്കറിനായിട്ടാണ് നമ്മളീ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് പറയാനേ. യാ അല്ലാഹ്, ഇതൊക്കെ ചരിത്രമല്ലേ? റാസിമാമൊക്കെ വെറുതെ എഴുതിയൊക്കെ കിതാബിൽ തഫ്സീറിലാണ് അതൊക്കെ എഴുതിയേക്കണേ. നിങ്ങൾ അവിടെ പോയിട്ട് പറയണം, ഹാദാ അബൂബക്രിൻ യാ റസൂലല്ലാഹ് ഇൻദ ബാബിക്. നിങ്ങളെ വാതിലിൻ്റെ അടുക്കൽ ഉമ്മർപ്പടിക്കൽ അബൂബക്കറിനായിട്ടാണ് ഞങ്ങൾ വന്നത്. എന്താ വേണ്ടി? ഇറക്കി വെക്കണോ ഇവിടെ വെച്ചിട്ട് പോകണോ? ആ അർത്ഥത്തിൽ. അപ്പോൾ ഫനൂദിയ മിൻ ഖബരിഹി, റസൂലുള്ളാഹിൻ്റെ ഖബറിൽ നിന്ന് വിളിയാളം വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. നിങ്ങൾ സ്നേഹിതൻ്റെ അടുത്തേക്ക് കണ്ട് ഇറക്കി വെച്ചോളി, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പൊളിഞ്ഞപ്പോഴാണ് സമസ്ത ഉണ്ടായത്. അള്ളാഹു സമസ്തൻ്റെ ഉലമായിന് ജീവിച്ചിരിക്കുന്നവർക്ക് മുഴുവനും ഇസ്സത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. വഫാത്തായവർക്ക് അള്ളാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല. അപ്പം ഈ ഒരു ഹരം, ഈ ഒരു ലയം, ഈ ഒരു ലഹരി, ഇത് MDMA-യേക്കാളും വലിയ ലഹരിയാണ്, രസാണ്. ഇത് കുടിച്ചു നോക്കണം. രതി സുഖത്തിനേക്കാൾ വലിയ സുഖമാണ് ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് സുദി, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. 11 മണിക്ക് 10 മിനിറ്റേ ഉള്ളൂ. 11 മണിക്കപ്പുറം ഈ സദസ്സ് കൊണ്ടുപോകുന്നത് നിങ്ങളോട് ചെയ്യുന്ന ഉപദ്രവമാകുമോ എന്ന ഭീതി മുത്തല്ലിമിനെ അലട്ടുന്നത് കൊണ്ട് ദീർഘമായി പറയാതെ മദീനയുടെ വിശേഷങ്ങളുടെ പൊന്മണ്ണിലൂടെ ഹൃദയക്കാലുകൊണ്ട് നമുക്കൊന്ന് നടക്കാം. പിന്നെ സ്വലാത്തിന്റെ ചിറക് കൊണ്ട് ഒന്ന് പറക്കാം. പിന്നെ മദ്ഹിന്റെ നീലാകാശത്തിൽ മദ്ഹിന്റെ പ്രോജ്വലമായ പ്രണയ വാക്കുകളാകുന്ന പാരച്ചൂട്ടുകളെ കൊണ്ട് നമുക്കൊന്ന് പാറി പറക്കാം.
എപ്പോൾ മദീനയിൽ എത്തിയാലും ഓരോ തൂണ് കാണുമ്പോഴും വിറക്കുകയാണ്. ഈടടുത്ത റൗദയുടെ ഉള്ളിൽ അരമണിക്കൂറോളം ഇരിക്കാൻ ഏതൊക്കെയോ സഹോദരന്മാരുടെ ഇടപെടൽ കൊണ്ട് എനിക്ക് സാധിച്ചു. ആ സഹോദരനെ ഇന്നലെ കോട്ടക്കലിന്റെ പ്രസംഗത്തിന്റെ സദസ്സിൽ ഞാൻ കണ്ടു. എയർപോർട്ടിൽ വെച്ച് ഒരുപാട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്ത്, നിങ്ങളോട് സംസാരിച്ചും എനിക്ക് ആഗ്രഹം തീരാത്തത് അന്ന് അരമണിക്കൂറോളം അവിടെ ഇരിക്കാൻ എനിക്ക് ഇടപെട്ടത് നിങ്ങളാണെന്നത് കൊണ്ടാണ്. അപ്പോൾ എന്നോട് അവിടെ വെച്ചുകൊണ്ട് ആ സുഹൃത്ത് ചോദിച്ചു, നിങ്ങളുണ്ടാക്കിയ കവിതയിൽ ഒരു 2 വരി ഇവിടെ വെച്ചൊന്ന് പാടുമോ? മദീനയിലെത്തിയാൽ ഞാൻ ശബ്ദം ഉയർത്താത്ത ആളാണ്, ആളുകളുടെ കൂടെ നടക്കാത്ത ആളാണ്, സ്വലാത്ത് ചൊല്ലുമ്പോൾ തന്നെ നിയന്ത്രിക്കുന്ന ആളാണ്. മുന്നിൽ നിൽക്കുമ്പോൾ ഹൃദയം പടയുന്നത് പോലെയാണ്, കാലുകൾ വിറക്കുന്നത് പോലെയാണ്. ഓരോ തൂണ് കാണുമ്പോഴും കണ്ണുനീർ ഉറവ പൊട്ടുകയാണ്. ഒരു തൂണിന്റെ മേലെ കൊത്തിവെക്കപ്പെട്ട ഹദീസ് കണ്ടപ്പോൾ പാതിരാവിൽ കുറെ കരഞ്ഞുപോയി. ശഫാഅത്തി ലിയഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട വൻദോഷികളല്ലയോ, വ്യഭിചാരികളില്ലയോ, കള്ളുകുടിയന്മാരില്ലയോ, അങ്ങനെയുള്ള വൻദോഷികൾക്ക് വരെ എന്റെ ശഫാഅത്തുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രതീക്ഷയുടെ രാജവചനങ്ങൾ സ്വർണലിപികളാൽ കൊത്തിവെക്കപ്പെട്ട തൂണെത്തിയപ്പോൾ തൂണ് പിടിച്ചുകൊണ്ടൊന്ന് പാതിരാവിൽ ഇരുന്നു പോയി. യാ റസൂലല്ലാഹ് ഹുസ്റവിയ ചിലഗീന സർവരിയ ചിലഗീ. അപ്പോൾ കവി പൂങ്കവരുടെ കൂടെ നമ്മളും ഓർത്തുപോകും. ഇത് 2 ദിവസം മുമ്പ് എൻ്റെ ഡ്രൈവർ എനിക്ക് വണ്ടിയിൽ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്ക് കേൾപ്പിച്ച മനോഹരമായ ഒരു നശീദയാണ്. ഹുസ്റവി അച്ചിലഗീന സർവരി അച്ചിലഗീ, ഹുസ്റവി അച്ചിലഗീന സർവരി അച്ചിലഗീ, ഹം ഫക്കീറോं को മദീനെ की गलिയ ചിലഗീ. ഹുസ്റവി, എനിക്ക് രാജാധികാരം വേണ്ട, ചിലഗി എനിക്കതൊന്നും വേണ്ട. സർവരി, നേതൃത്വ പദവിയും ആർക്ക് വേണം? ഹം ഫക്കീറോं को മദീന. ഓ, എനിക്ക് വേണ്ടത് മദീനയിലെ ചെരുവിൽ ഒരു ഫക്കീറാവലാണ്. അതാണ് ഇഷ്ക്. അതാണ് ഉമർഖാദി ആ ഫക്കീർ എന്നുള്ള വാക്കോട് ഉപയോഗിച്ചത്. يا كرم الكرماء على عتابكم عمر الفقير المرتجي لجنابكم ارجو اللطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما إذ جئت طيبة روم زورة قبره فهناك قمت شم ريان شره وميت مدهوشا لهيبة قدره حبا وإن كنت المسيء آثيما صلوا عليه وسلموا تسليما. കസ്തൂരിയാം പൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകമണിയാം പരിമളം നുകർന്നു ഞാൻ, മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുമ്പി ഞാൻ, മഹബത്തിലായി താളർന്നു ബോധം കെട്ടു ഞാൻ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കാക്കത്തറയിലെ കാരണവർ വെളിയങ്കോടുന്ന ഗ്രാമത്തിന് ലോകതലത്തിൽ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് ഇഷ്കോണ്ടാണ്. അവരുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാടാനുള്ള വീര്യവും പ്രചോദനവും ചാലക ശക്തിയും ഹുബ്ബുർ റസൂലിൽ മുസ്തഫ മുഹമ്മദാണ്. വാര്യംകുന്നത്ത് കുഞ്ഞാമാജിക്കും അതാണ്, ആലി മുസ്ലിയാർക്കും അതാണ്, മൗലാന മുഹമ്മദ് അലിക്കും അതാണ്. പ്രസംഗിച്ചിട്ട് ഛർദിച്ചു, ഇന്ത്യക്ക് വേണ്ടി പ്രസംഗിച്ച് ഛർദിച്ച മനുഷ്യന്റെ പേരാണ് മൗലാന മുഹമ്മദ് അലി. 80 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടിയ സുപ്രധാനമായ വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി ആരെ അയക്കുമെന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഈ തുർക്കി തൊപ്പിക്കാരനെയാണ്. സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ
അത് മൗലാന പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഗാന്ധിജിക്ക് ബാപ്പുജിന്ന് പേരിട്ടത് മൗലാന മുഹമ്മദില്ല. ബാപ്പുജിന്ന് ആർക്കാ പേരിടുക നമുക്കറിയാം, പക്ഷെ അത് മൗലാനിട്ട സംഭാവനയാണ്. ഇവിടെയാണ് കത്തിയെടുത്തിട്ട് മതത്തിൻ്റെ തീക്ഷണോപായത്തിൻ്റെ തീപ്പൊരിക്ക് വേണ്ടി ഓടിപ്പായുന്നത്. ആ മൗലാന മുഹമ്മദി അവിടെ വെച്ചിട്ട് പ്രസംഗിച്ചിട്ടാണ് രോഗിയായത്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രസംഗിച്ച് രോഗിയായി. ഇതാർക്കാ പറയാനുള്ളത്? അതിലാ മരിച്ചത്. സ്വാതന്ത്ര്യം ഇല്ലാതെ ഇന്ത്യക്ക് പോലാറിന് അത് അള്ളാഹു തആല അങ്ങനെ തന്നെ നടപ്പിലാക്കി. ബൈത്തുൽ മുഖദ്ദിസിലാണ് എടുക്കണത്, ഇന്ത്യക്ക് വന്നിട്ടില്ല. പ്രസംഗിച്ച് തളർന്നപ്പോൾ ഒന്ന് മയങ്ങി നീച്ചപ്പോൾ മൗലാന ചിരിക്കുകയാണ്. ചിരിച്ചപ്പോൾ കൂടെ ഉള്ളവർ വെച്ചു, അങ്ങെന്തപ്പോൾ ചിരിക്കണത്? ഞപ്പം കണ്ടു മുഹമ്മദ് മുസ്തഫ, ഞാൻ എൻ്റെ റസൂലിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മൗലാന മുഹമ്മദിൽ അപ്പം പറഞ്ഞു, ഈ ഒന്നുമല്ലാത്ത ഫക്കീറായ, ഒന്നുമല്ലാത്ത അജ്ഞനായ, ഒന്നുമല്ലാത്ത ദരിദ്രനായ, ആത്മീയ ലോകത്ത് ദാരിദ്ര്യ പറയണേ, ഈ മനുഷ്യൻ ഈ സമയത്ത് ഈ പ്രതിസന്ധി സന്നിധഘട്ടത്തിൽ എൻ്റെ കരളിൻ്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ ഉമ്മയാണ്. ഇത് എൻ്റെ വാല് കേട്ട എല്ലാ ഉമ്മാരോടും കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശബ്ദമായിട്ട് അറിയിക്കുകയാണ്. ഇങ്ങനത്തെ ഉമ്മാരുണ്ടെങ്കിൽ കുട്ടികൾ എക്സ് മുസ്ലിമീങ്ങളാവില്ല. കുട്ടികൾ ഉമ്മാരെ കൊല്ലാൻ നോക്കൂല. അപ്പോൾ ഉമ്മാരെ കൊല്ലൽ ഫാഷനാണ്, ഒരു അഫാനൊന്നല്ല. അതിൻ്റെ ശേഷം എത്ര ആൾക്കാർ കൊന്ന്, പക്ഷെ ആദ്യം കൊന്ന ആളുടെ ഫ്ലാഷാവുള്ളൂ, മറ്റൊക്കെ സിറാണ് ഈ കാര്യം. ഇനിയുള്ള അടുത്ത കാലത്തൊന്നും ഉമ്മാനെ കൊല്ലാൻ കത്തിയൊന്നും വേണ്ടി വരില്ല, ഒരു നേരമ്പുമ്മ മേടിയാൽ മതിയാവും. അതൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു നേരമ്പുമ്മ മറിഞ്ഞു, ആ കുട്ടികൾ പഠിക്കുകയാണ്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് മാതാപിതാക്കളെ കാലിൻ്റെ ഓട്ടാണ് സ്വർഗം എന്ന്. ശരിയാണ്, പക്ഷെ നാളെ ആഖിറത്തിലെ മക്കളെ കാലിൻ്റെ ഓട്ടിലായിരിക്കും മാതാപിതാക്കളുടെ സ്വർഗം. നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പോക്കുന്നുണ്ടാവും, നിസ്കാരത്താമ്പുണ്ടാവും, കൊല്ലം കൊല്ലം അജ്ജിനോ ഇടക്കിടക്ക് ഉമ്രക്കോ, പക്ഷെ മോൻ MDMAയിലായിരിക്കും. മോൻ സിനിമ, മോൻ സെക്സ്, വാപ്പ സുജൂദിലും. ഇതാണ് ഇന്നത്തെ ഏറ്റവും വികൃതമായ രൂപം. വാപ്പ തഹജ്ജുദിൽ സുജൂദ് കിടന്ന കരയുന്ന ആൾ, അപ്പുറത്തെ റൂമിൽ മോന് മൊബൈൽ ഓർന്നിട്ട് നീചമായ ചിത്രങ്ങൾ. ഇന്നത്തെ ഏറ്റവും വലിയ ആത്മീയ ദുരന്തങ്ങളിലൊന്ന് ഓൺലൈൻ വ്യഭിചാരമാണ്. അമേരിക്കയിലുള്ള പെൺകുട്ടിയുമായി മലയാളി മലപ്പുറം ജില്ലയിൽ വ്യഭിചരിക്കുന്ന കാലമാണ്. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, ജില്ല പറഞ്ഞല്ലേ, കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും ഒക്കെ കണക്കന്നെ. അതിന് സൗകര്യമുള്ള കാലമാണെന്ന്. ഇങ്ങനത്തെ ഒരു കാലം വരുന്ന റസൂൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൊലായിൽ എക്സ് മുസ്ലിമുകളുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുറേ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തുകൊണ്ടൊന്നും ആയില്ല, സുഹബത്ത് കൊടുക്കുകയും. പുസ്തകങ്ങൾ ഇത് വായിച്ചാൽ ഈമാൻ കയറും, മറ്റേത് വായിച്ചാണ്ട് പോവും ചെയ്യും. അതാണ്, വായിക്കണ്ടെന്നല്ല, വായിക്കണം. പക്ഷേ നരകത്ത് പോകുന്ന ആളുകൾ ലാസ്റ്റ് പറയണത് എന്താരോ, ലൗ കുന്നാ നസ്മൗ ഔ നഅഖിലുന, ലൗ കുന്നാ നഖറൗന്നല്ല, ലൗ കുന്നാ നസ്മൗ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഅർ. ഞങ്ങൾ ഒരു ഗുരുനാഥനിൽ നിന്ന് കേട്ട് പഠിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരൂലായിരുന്നു. അപ്പോൾ കേട്ട് പഠിക്കൽ പറയാ ഇന്ന് വളരെ പ്രധാനമാണ്. സുഹബത്തില്ല, മക്കൾക്ക് സുഹബത്തില്ല. മക്കളെ കാറൂരി വിടുകയാണ്. ലോകം മൊത്തം ഒറ്റ അങ്ങാടി, ഒറ്റ ചന്ത. ക്ലബ് ഹൗസ്, യൂട്യൂബ്, വാട്സപ്പ് ഒക്കെ ഒറ്റ ചന്ത. അങ്ങനെ ഒരു കാലം വരാണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ പാതിരാവിന്റെ ഉള്ളറയിൽ നമ്മുടെ മക്കൾ കേൾക്കുന്നത് വൃത്തികെട്ട ശബ്ദങ്ങളാണ്. ഈടെ അടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ ലിബറലിസം കയറിയ കുറേ കുട്ടികൾക്കുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സമസ്തയിലെ ചില പ്രവർത്തകന്മാർ എന്നെ കൊണ്ടുപോയി. 500 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് 2 മണിക്കൂർ ചോദ്യം മറുപടിക്കൊരു അവസരം. അതിലൊരു കുട്ടീനോട് ഞാൻ ബുദ്ധിപരമായിട്ട് അള്ളണ്ടെന്ന് സ്ഥാപിച്ചു. വളരെ ബുദ്ധിപരമായിട്ട് ഖുർആനും മറ്റൊക്കെ തൽക്കാലം അവിടെ നിർത്തിയിട്ട് ബുദ്ധിപരമായിട്ട് സ്ഥാപിച്ചു, അക്കലിയായിട്ട്. അപ്പോൾ ഒരു കുട്ടി എണീറ്റിട്ട് പറഞ്ഞു, ഒരു സംശയം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥാപിച്ചൊക്കെ ശരിയാണ്, പദാർത്ഥ ലോകത്ത് ഒരു സാധനവും സ്വമേധ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പ്രാപഞ്ചിക ലോകം മുഴുവൻ അതിൻ്റെ പിറകിൽ ഒരു ശക്തി ഇല്ലാതെ ഉണ്ടാവില്ല. ഓക്കെ, നല്ല നല്ല അവതരണമാണ്, ഒന്നും പറയാനില്ല. പിന്നെ എന്താ ഇപ്പം ഈ നീച്ചുന്നതെന്ന് വെച്ച്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, അള്ളാൻ ഉണ്ടാക്കിയത് ആരാന്ന് വെച്ച്. നിസ്കാരത്താകുമ്പോൾ ആചാര മോൻ്റെ ചോദ്യമാണ് ഇപ്പോൾ. പഴയ കാലത്ത് ആചാര്യന്മാരെ മക്കൾ ചോദിച്ചത്, ആ 10 സ്വലാത്തിപ്പോൾ ഞാൻ നിർത്തിയായിട്ട് പതിവാക്കുന്നുണ്ട്, ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞു തരുമെന്നാണ്. ഇപ്പം നിസ്കാരത്താകുമ്പോൾ ആചാര്യന്മാർ ചോദിക്കുന്നത് അള്ളാൻ ഉണ്ടാക്കിയത് ആരാണ്. അപ്പം ഞാൻ തിരിച്ച് ആ കുട്ടിനോട് മറുപടിയായിട്ട് തിരിച്ചൊരു ചോദ്യമാണ് ഇട്ട് കൊടുത്തത്. എൻ്റെ ചില പരിപാടി അതാണ്, എല്ലാ ചോദ്യത്തിനും മറുപടി പറയരുത് എന്നുള്ള വാശിക്കാരനാണ് ഞാൻ. അറിഞ്ഞാലും പറയരുത്, ചിലത് ചോദ്യം എന്നാണ്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി, അത് മറുപടി ഉണ്ടാവും. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ റബീഉൽ അവ്വലല്ല, ഇപ്പോൾ അടുത്താണ് പരിപാടി നടന്നത്. ഞാൻ ചോദിച്ചു, മോനെ ഈ റബീഉൽ അവ്വൽ റമദാനും വന്നാൽ എങ്ങനെ ഘോഷയാത്ര നടത്തുകയെന്ന് വെച്ച്.
ആ ചോദ്യം തന്നെയല്ലേ? റബീഉൽ അവ്വൽ റമദാനും കൂടി ഒപ്പം വന്നാൽ എങ്ങനെയാണ് ഘോഷയാത്ര നടത്തുക എന്ന് വെച്ചു. അതിലോ എന്നോട് പറഞ്ഞ് അത് ചോദ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. രണ്ടും കൂടി ഒപ്പം വരും. എന്നാൽ പിന്നെ ഈ ചോദിച്ചത് തീരെ ചോദ്യമല്ല. അങ്ങനെ അള്ളാഹിനെ സൃഷ്ടിച്ച ഇല്ലല്ലോ. അള്ളാന്ന് പറഞ്ഞാൽ ഹാലിക്കല്ല. ഹാലിക്കിന് ഹാലിക്ക് ഉണ്ടാവുമോ? എൻ്റെ ചോദ്യം ശരിയായിട്ടില്ലെങ്കിൽ എൻ്റെ ചോദ്യം അത്രയും ശരിയായിട്ടില്ല. ചില ചോദ്യം ശരിയായിട്ടില്ല എന്ന് തെളിയിക്കലാണ് അതിന് മറുപടി. എല്ലാത്തിനും മറുപടി കൊടുക്കലല്ല. ഇതിനൊക്കെ മറുപടി കൊടുക്കുന്ന ആൾക്കാർ എൻ്റെ ശ്രദ്ധയിൽ തന്നെ ഉണ്ട്. ആശയ പാപരത്താണ്. ചില ചോദ്യങ്ങൾ ശരിയെല്ലാം തിരിച്ചു കൊടുക്കുക. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുക, നിങ്ങൾ മറുപടി അറിയും. കൂടി എന്നാൽ എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ആ പണിക്ക് പോകണ്ടട്ടോ, ഒരു സാധ്യത ഉള്ളതാണല്ലോ. നേരെ മറിച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്ര വാപ്പുണ്ടെന്ന്? വാപ്പ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അത് ചോദ്യമാണോ? അപ്പം അതിന് മറുപടി എനിക്ക് 1.5 വാപ്പുണ്ടെന്ന് പറയാൻ പറ്റുമോ? ചിലത് ചോദ്യമല്ലല്ലോ. അള്ളാഹിനെ ആരെ സൃഷ്ടിച്ചെന്നുള്ള ചോദ്യമല്ല. അങ്ങനെ ചോദ്യം ഭൂമിയിൽ ഇല്ല. ചോദ്യമല്ലല്ലേ മറുപടി പറയാ. എല്ലാത്തിനും മറുപടി പറയണം. ഇതൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചു വെക്കണത്, ഇതൊക്കെ പഠിച്ചു വെക്കണത്, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് ചില ലിബറലിസ്റ്റുകൾ. ലിബറൽസ് എന്നാൽ എത്തിസല്ല. എത്തിസം ലിബറൽസും ഡിഫറൻസ് ഉണ്ട്, മനസ്സിലാക്കണ പലരും. എത്തിസം എന്ന് പറഞ്ഞാൽ പച്ചക്ക് അള്ളാഹിനെ നിഷേധിക്കലാം, മതത്തെ നിരാകരിക്കലാം. ലിബറലിസ്റ്റ് അങ്ങനെയല്ല, ഒളിച്ചു കിടത്തലാണ്. അള്ള ഉണ്ട് എന്ന് പറയും, മതം ശരിയാന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ കൂടി ആയിഷാവിന് 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചാൽ ശരിയല്ല എന്നും പറയും. ഇതാണ് ലിബറലിസം. ഇത് മനസ്സിലാക്കാതിരുന്നാൽ നമ്മുടെ കുട്ടികൾ മുഴുവനും എക്സ് മുസ്ലിമീങ്ങളാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 5 മിനിറ്റും കൂടി നേരം വൈകും. 5 മിനിറ്റും കൂടി, ഒരു 5 മിനിറ്റ് നേരം വൈകും. അല്ലെ ഇവിടെ സ്റ്റോപ്പാക്കാം. നിങ്ങളെ സമയം അങ്ങേ അറ്റയിക്കണമെന്ന് എനിക്കറിയാം. 5 മിനിറ്റ്. അതായത് ഇടയിൽ ചില കാര്യങ്ങൾ കാലോചിതമായിട്ട് ചുവരെഴുത്ത് വായിച്ചിട്ട് പറയണമല്ലോ പ്രഭാഷകൻ. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയ സഹസലിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം നമ്മുടെ മുമ്പിൽ പതിയിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ മദീനയുടെ തൂണുകൾക്കിടയിലൂടെ പോകുമ്പോൾ ഹൃദയം പടഞ്ഞിനിയുള്ള യാത്രകളിലൊന്ന് ഓർക്കണേ, വഫാത്തിന്റെ കൃത്യം 2 ദിവസം മുമ്പ് മദീന പള്ളിയിൽ നടന്ന നമ്മെ ഓർത്തുകൊണ്ട് ദുഃഖിതനായി കണ്ണുനീർ കുടുകുടാ കവളിലൂടെ ഇറക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇടക്കിടക്ക് അവിടുത്തെ മനോവേദന ഉമ്മത്തായിരുന്നു, ഭാര്യമാര് പോലുമല്ല. ഇവിടെ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞല്ലോ, വഫാത്തിന്റെ സമയത്ത് അർ-റഫീഖൽ-അഅ്ല എന്ന് പറയുന്നതിന്റെ തൊട്ടു മുമ്പ് അല്ലാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത്, ജിബ്രീലേ മല്ലി ഉമ്മത്തി ബഅദി, മല്ലി ഉമ്മത്തി ബഅദി, മല്ലി ഉമ്മത്തി ബഅദി. ഞാനങ്ങ് വന്നാൽ ഈ ദുനിയാവിൽ ഭൂമിയിൽ എൻ്റെ ഉമ്മത്തിന്റെ അരികിലേക്ക് ആവശ്യാനുസരണം സേവനം ചെയ്യാനും സഹായം നടത്താനും തർബിയത്ത് നടത്താനും ഔദ്യോഗികമായി വരാൻ ആരാണ് ജിബ്രീല്? ഞാൻ പോയാൽ പിന്നെ ആരാണ്? ആ സമയത്ത് ഒരുപാടിന്റെ നൊമ്പരമല്ല, മരണത്തിന്റെ വേദനയുടെ നൊമ്പരമല്ല, ഭാര്യമാരുടെ ചിന്തയില്ല, സ്വഹാബാക്കളുടെ ഓർമ്മയില്ല. പിന്നീട് കടന്നു വരാനുള്ള ഉമ്മത്തിനോർത്ത് വേദനിച്ചുകൊണ്ട് ജിബ്രീലിനോട് ആ വേദനയുടെ ഓർമ്മകൾ പങ്കുവെച്ച ലോകാത്ഭുതമേ, ലോകത്തിന്റെ ഇതിഹാസമേ, കാരുണ്യത്തിന്റെ കടലേ, സ്നേഹത്തിന്റെ സാഗരമേ, ആരെ പറയുമ്പോഴാണ് ഊർജം വരുന്നത്? ആരുടെ ഓർമ്മയിലാണ് രോഗങ്ങൾ പമ്പ കടക്കുന്നത്? ആരുടെ സ്വലാത്തിലാണ് ആഗ്രഹങ്ങൾ വീടിക്കിട്ടുന്നത്? ആരുടെ ചരിത്രമാണ് ആത്മാവിന് സംഗീതമാകുന്നത്? ആരുടെ ചാരത്താണ് അനിന്ദിതമായി കണ്ണുനീരൊഴുകുന്നത്? ആരോട് സലാം പറയുമ്പോഴാണ് ഹൃദയം കോരിത്തരിക്കുന്നത്? സ്വലവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ ആനാമി ബദ്റു തമാമി. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക ത്വഹ യാ ഹബീബി സ്വലവാത്തി.
صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام عليك يا ماهي ذنوبي السلام عليك يا جليل كربي الله 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 സ്നേഹം മുറവപ്പെട്ടാൻ മദീനയുടെ മീമിന്റെ മുമ്പിൽ കണ്ണുനീർ പൊഴിക്കാൻ നമ്മെ ഇങ്ങോട്ട് നെഞ്ചിലേറ്റ് സദാസമയത്ത് ഓർത്ത് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് കരഞ്ഞ് ഏങ്ങലടിച്ച് നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന ലോകനേതാവല്ലയോ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും പ്രയാസഘട്ടത്തിലും നമ്മെ ഓർത്തു, ഏറ്റവും സന്തോഷഘട്ടത്തിലും നമ്മെ ഓർത്തു, വേർപാടിന്റെ നൊമ്പര സമയത്തും നമ്മെ ഓർത്തു, യുദ്ധക്കളത്തിലും നമ്മെ ഓർത്തു, പല്ല് തേക്കുമ്പോഴും നമ്മെ ഓർത്തുകൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ കൽപ്പിക്കാതിരിക്കുന്നത് എന്റെ പിറകിൽ വരുന്ന ഉമ്മത്തിന് അത് വുജൂബാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് പ്രയാസമാകുമോ എന്ന് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്യൽ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. കഅബ ശരീഫിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും നമ്മൾ ഓർത്തു, ഉദഹിയത്ത് അറുത്തപ്പെടും നമ്മൾ ഓർത്തു. 100 എണ്ണത്തിനെയാണ് അറുത്തത്, 63 എണ്ണം സ്വന്തം കൈകൊണ്ടാണ്, മറ്റുള്ളത് മരുമകനെ ഏൽപ്പിക്കുകയാണ്. ഒന്ന് പോരെ തങ്ങളെ, മറ്റുള്ളത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ അത് എന്റെ പാവപ്പെട്ട അനുയായികൾക്കാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ റസൂലുള്ളാഹി. ഉഹുദിൽ പല്ല് പോയപ്പോൾ കരഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ. ത്വയ്ഫിൽ ഏറുകൊണ്ട് നെരിയാണി പൊളഞ്ഞ് അവിടുത്തെ ചെരുപ്പ് മുഴുവനെ രക്തത്തിൽ കുളിച്ച് നടക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നപ്പോൾ ഓടുകയാണ്. പിന്നാമ്പുറത്തേറിയാൻ നടക്കുന്ന, കൂക്കി വിളിക്കുന്ന, കാലിന്റെ ചുവപ്പ് മാറാത്ത പൈതങ്ങളെ മുഴുവനും ത്വയ്ഫുകാർ അങ്ങാടിയിൽ നിന്ന് ഇളക്കി വിടുകയാണ്. ആ കൂട്ടത്തിൽ ഭ്രാന്തന്മാരുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഈ കുട്ടികൾ പിന്നിൽ വന്ന് കല്ലെറിയുകയാണ്. കല്ലേറുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ക്ഷീണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾ വന്ന് എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞ് ചുമല് പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുമ്പോൾ വയ്യാണ്ട് ശരീരം മുഴുവനും രക്തമൊലിച്ചുകൊണ്ട് ഓടുന്ന റസൂലുള്ളാഹിന്റെ പിറകിൽ നടന്ന് അങ്ങാടി പിള്ളേര് കൂർത്ത കല്ലുകളെ കൊണ്ടെറിയുമ്പോൾ ബോധം കെട്ട് വീണില്ല മുഹമ്മദ് മുസ്തഫ. സുജൂദിൽ കടന്നുകൊണ്ട് ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാല വഹിക്കാൻ കഴിയാതെ അവിടുത്തെ പരടി പോലും കടഞ്ഞോടിയാനുള്ള വക്കിലെത്തിയപ്പോൾ അപ്പോഴും ബോധം കെട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ. ബോധം കെട്ടത് എപ്പോഴാണെന്നറിയോ? അബൂദാബിയിലെ ഇസ്ലാമിക സെന്ററിൽ ഈ മുതഅല്ലിമിന്റെ അക്ഷരങ്ങൾക്ക് മുമ്പിൽ സാഗോദം ബദ്ധശ്രദ്ധരായിട്ടിരിക്കുന്നവര് പാതിരാവിന് സാക്ഷരത്തെ പിരിയുന്ന ഈ പ്രഭാഷകന്റെ പര്യാവസാനം ഈ ഒരൊറ്റ ഈശലിലൂടെയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിന്റെ സംഗീതത്തിലൂടെയാണ്, കൽബിന്റെ മരുന്നിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ബോധം കെട്ട് വീണത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മുസ്തഫ നബിയോട് പറയുകയാണ്, നരകത്തിന് 7 കവാടങ്ങളാണ് യാ റസൂലല്ലാഹ്. എല്ലാ കവാടങ്ങളിലൂടെയും കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാരങ്കൂസുകളായ തമ്മാടികളെ പറഞ്ഞു. പക്ഷേ 7ാമത്തെ കവാടത്തിലൂടെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ആരാന്ന് പറയാതെ ജിബ്രീൽ പിടിച്ചു നിന്നപ്പോൾ മുസ്തഫ നബി ചോദിച്ചു, ജിബ്രീലേ, ആ 7ാമത്തെ കവാടത്തിലൂടെ നരകത്തിലേക്ക് പോകുന്നത് ആരാണ്? അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക്കല്ലദീന മാതു വലം യതൂബു യാ റസൂലല്ലാഹ്. നരകത്തിൽ 7ാമത്തെ കവാടത്തിലൂടെ വലിച്ചെറിയപ്പെടുന്നത് അങ്ങയുടെ ഉമ്മത്തിലെ കള്ളുകുടിയന്മാരാ, വ്യഭിചാരികളാ, കൊലയാളികളാ, തമ്മാടികളാ. മാതു വലം യതൂബു, തൗബ ചെയ്യാതെ മരിച്ചുപോയതിന്റെ പേരിൽ അവർക്ക് വേണ്ടിയാണ് കത്തിക്കാളുന്ന ബീഭത്സകമായ നരകത്തിലെ 7ാമത്തെ കവാടം മാറ്റിവെച്ചത് എന്ന് പറഞ്ഞപ്പോൾ ബദറിൽ ബോധം കെടാത്ത മുത്തുനബിയില്ലേ, ഉഹുദിൽ ബോധം കെടാത്ത മുത്തുനബിയില്ലേ, ഖന്തക്കിൽ പട്ടിണി കിടന്നുകൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് കിടങ്ങു കുടിക്കുമ്പോ ബോധം കെടാത്ത മുത്തുനബിയില്ലേ, ഉത്തമത്തിന്റെ കയ്യിൽ നിന്ന് കവളത്ത് അടി കിട്ടിയപ്പോൾ ബോധം കെടാത്ത മുത്തുനബിയില്ലേ,
ഷേബ് അബീ ത്വാലിബിൽ 3 കൊല്ലം പട്ടിണി കിടന്നുകൊണ്ട് അവിടെയുള്ള പച്ചിലുകൾ ചവച്ചരച്ച് കഴിക്കുമ്പോ ബോധം കെടാത്ത മുത്തുനബിയില്ലേ ത്വായിഫിൽ ഏറുകൊണ്ട് ക്ഷീണിച്ചപ്പോൾ ബോധം കെടാത്ത മുത്തുനബിയില്ലേ അബൂദാബിയിലെ ഇസ്ലാം സെന്ററിൽ കാഞ്ഞങ്ങാട് ശാഖ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ കേട്ടുപിരിയുമ്പോ നെഞ്ചത്തടിക്കണേ ബോധം കെട്ടത് ഈ ഉമ്മത്തിലെ തമ്മാടികൾ നരകത്തിൽ പോകുമെന്ന് കേട്ടപ്പോൾ ഫഖറൻ നബിയു മഗ്ശിയൻ അലൈഹി ജിബ്രീലിന്റെ മുമ്പിൽ ബോധം കെട്ട് വീണ മുഹമ്മദ് മുസ്തഫ ബോധം കെട്ട് വീണ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ഒരുപാട് ദിവസങ്ങളോളം ശരിക്കും ഭക്ഷണം കഴിച്ചില്ല. ടെൻഷൻ കയറിയിട്ട് കരയെന്നെ ഞാൻ നിർത്തി, വീട്ടിൽ പോകും കരയെന്നെ ലായത്തക്കല്ല മോഹദ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കി മിണ്ടണില്ല, കാരണം കൽബ് നിറയെ ഇതാണ്. അവസാനം അല്ല പറഞ്ഞു സനുർലീക ഫീ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, കരണ്ട മുത്തുനബിയെ കരണ്ട, നിങ്ങൾ ആഖിറത്തേക്ക് വന്നാൽ. ഇതാണോ പ്രതീക്ഷ? ഈ വിഷയത്തിൻ്റെ ശീർഷകത്തിൽ ഈ മുത്തഅല്ലിമിൻ്റെ അക്ഷരങ്ങളോട് വിട പറയുമ്പോൾ പ്രതീക്ഷാ നിർഭരമായ കൽബോട് കൂടിയും പിടയുന്ന ഇഷ്കിൻ്റെ കൽബോട് കൂടിയും പോകണം. അതിൽ ഒറ്റ വാക്ക് കേട്ടോ, ഇത് കേട്ടോളൂ ഒറ്റ വാക്ക്, ഇന്നാ സനുർലീക ഫീ ഉമ്മത്തിക. നിങ്ങൾ കണ്ട് വന്നോളി, പ്രശ്നമാക്കണ്ട, നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തി തരാം. ഉമ്മത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശ വേണ്ട, നിങ്ങൾക്ക് ഒരിക്കലും ബേജാറ് വേണ്ട. നിങ്ങൾ കണ്ട് വരും, ഞാൻ ശരിയാക്കി തരാം. നമ്മൾ പറയല്ലോ ഒക്കെ നമുക്ക് ശരിയാക്കാം, നല്ല പറഞ്ഞു ഒക്കെ നമുക്ക് ശരിയാക്കാം. അപ്പം റസൂൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇദൻ യാ അല്ലാഹ് വവാഹിദു മിൻ ഉമ്മത്തി അന്നാർ ലാ അല്ലാഹ്, ഞാൻ ഇഷ്ടപ്പെടൂല വവാഹിദു മിൻ ഉമ്മത്തി അന്നാർ, എൻ്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്ത് പോണേ എനിക്ക് പൊരുത്തല്ല. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഞാനിവിടെ ഖിറാഅത്ത് നടത്തിയ ആയത്തിൻ്റെ പിന്നാലെ പോകണമെന്ന് കരുതിയ, പക്ഷെ അത് മുഹമ്മദ് എന്ന വാക്കിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റെവിടെയൊക്കെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാം കാണാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ബ്രേക്ക് ഇടുകയാണ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബി